ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന കർത്താവേ, അവിടുത്തെ മക്കളായ അവിടുത്തെ പുത്രൻ്റെ ജീവൻ്റെ വിലയായ രക്തത്തിൻ്റെ വിലയായ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ വൈകുന്നേര സമയം ഒരുമിച്ച് ഞങ്ങൾ കടന്നു വരികയാണ്. കർത്താവ് ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ ദൈവരായത്തുള്ള ബന്ധത്തിൽ വീണ്ടും കേൾക്കുവാൻ പഠിക്കുവാനൊക്കെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തുറന്നു തരുവാൻ, ഞങ്ങളുടെ ആത്മാവിനെ കർത്താവ് ദൈവ വചനവുമായിട്ട് ഞങ്ങളെ ചേർത്തിണക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ വന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരട്ടെ. എല്ലാ ഭാരങ്ങളും എല്ലാ ക്ഷീണങ്ങളും കർത്താവെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞങ്ങൾ ആക്കി തരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും വഴിയാത്രയിൽ അപ്പോൾ ഞങ്ങൾ വഴിയാത്രയിലായിരിക്കും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വേഗത്തിൽ കൂട്ടിവരുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇന്ന് ഈ രാത്രിയിൽ ഏറ്റവും അധികമായി ഞങ്ങളെ ഹൃദയങ്ങളെ നിറച്ച്, ഞങ്ങളുടെ ആത്മാവിനെ നിറച്ച് ഇന്ന് രാത്രി കർത്താവിനോട് ആ ദൈവരായത്തോട് അടുപ്പിക്കാൻ തക്ക വേണം ഇന്ന് രാത്രി കേൾപ്പിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. നമ്മൾ രണ്ട് വിഷയത്തിലേക്കാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മളെ ദൈവിക കുടുംബത്തിലേക്ക് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളൊരു ഹെവൻലി ഫാമിലി, ദൈവരാജ്യം എന്ന് പറഞ്ഞ രണ്ട് വ്യത്യസ്തമായ ഭാഗങ്ങളാണത് കണ്ടു. ഒന്ന് ഹെവൻലി ഫാമിലി എന്ന് കണ്ടു. നമ്മൾ ആ ഹെവൻലി ഫാമിലിയിലേക്കാണ് ദൈവം നമ്മളെ അവൻ്റെ പുത്രന്മാരായിട്ട് ദത്തെടുത്തിരിക്കുന്നത്. ആ വാക്കിനർത്ഥം നമ്മുടെ മലയാള ഇതായിട്ട് ചേർത്തില്ല, അത് വേറൊരു ഇതാണ്. ദത്തെടുത്തിരിക്കുക നമ്മൾ ദൈവ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം, അതിലൊരു ദൈവരാജ്യത്തിലൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വാഴ്ചകളും അധികാരങ്ങളൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കാര്യം മറന്നു പോകരുത്. രണ്ട് കാര്യങ്ങളാണ് ദൈവരാജ്യത്തിലുള്ള. ഒന്ന് ഹെവൻലി ഫാമിലി, ആ സ്വർഗീയ കുടുംബം. രണ്ട് ഗവൺമെൻറ്, നമ്മളെ ആഴമായി പഠിച്ചതാ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനകത്ത് നമ്മൾ ദാസന്മാരായി നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവ കുടുംബത്തിനകത്ത് നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളാണ്, കാര്യം മറന്നു പോകരുത്. അവിടെ നമുക്ക് യാചനകളോ ഒന്നുമില്ല. പുത്രൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ ദൈവഹിതം പൂർത്തിയാക്കുക. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിനകത്തൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിൽ നമ്മൾ അവിടുത്തെ ദാസന്മാരാ, ദൈവഹിതം ഭൂമി ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ദാസന്മാരായ കാര്യം മറന്നു പോകരുത്. അതോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കുറേ ദിവസങ്ങളായി, കുറേ ആഴ്ചകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനിപ്പിച്ചത് ദൈവം നമ്മളെ 1:21-28 ദൈവം നമ്മോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: നമ്മളെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. 5 കാര്യങ്ങളാണ് ദൈവം നമ്മോട് ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് ആ ദൈവ ഇഷ്ടം പറയുന്നത് നമ്മളോട് പറയുമ്പോൾ, ഉൽപ്പത്തി 1:26 നമ്മളെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് താഴേക്ക് പറയുമ്പോൾ 28-ാം വാക്യം പറയുക, 5 അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഒന്നെന്താ? സന്താനപുഷ്ടിയുള്ളവരായി. അത് മലയാളത്തിനേക്കാൾ നല്ലത് ഇംഗ്ലീഷിലാണ്. ബി ഫ്രൂട്ട്ഫുൾ എന്നർത്ഥം. എല്ലാ മേഖലകളിലും ഫലമുള്ളവരായി തീരുക എന്നുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും, എപ്പോഴും കർത്താവ് അനുവദിച്ച. അപ്പോൾ രണ്ടാമത് പെരുകി നിറഞ്ഞ്. അപ്പോൾ 2-3 കാര്യങ്ങൾ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറയണം. നാലാമത് ഇവിടെ പറയുന്നത് സബ്ഡ്യൂ എന്ന വാക്ക്, അടക്കുക എന്നൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 5-ാമത് ഡൊമിനിയൻ, വാഴ്ച എന്ന വാക്യം. അങ്ങനെ ഓർഡറായിട്ടാണ് ക്രിസ്ത്യ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച കാര്യമാണ്, വിട്ടുപോകുന്നു. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു, ദൈവം നമ്മെ വിളിച്ചപ്പോൾ ആ കിങ്ഡം ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ കിങ്ഡം വചനങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നീതി, യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീതിയുടെ വചനങ്ങൾ എന്നൊക്കെ പറയുന്ന ആ വചനമാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വചനമാണ് നമ്മുടെ നിലകൾ പണിയുവാൻ, ഈ 5 അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? 5 ഈ കിങ്ഡം, ഈ നമുക്ക് മുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഇവിടെ പഠിച്ചായിരുന്നു. ഓക്കെ, ഒന്ന് താഴ്ത്ത ആ ദൈവരാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ വചനങ്ങളാ. ആ വചനത്തിൽ നിന്ന് വേണം നമ്മൾ ഈ 5 അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ, അല്ലേ? നമുക്ക് ഇത് നമ്മൾ പിന്നീട് പഠിക്കും, ആഴമായി പഠിക്കും. ദൈവരാജ്യം കാണുവാൻ കഴിയും, കടക്കുവാൻ കഴിയും. ദൈവരാജ്യം അവകാശമാക്കണം. അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുക തല്ലിപ്പിടിക്കുക ഒന്നും അല്ലത്. ദൈവം നമുക്ക് വെച്ചതിലേക്ക് നമ്മൾ കടന്നു വീഴുക. ദൈവം നമുക്ക് വെച്ച അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഈ സത്യങ്ങൾ അറിയാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും അവകാശമാക്കാൻ കഴിയത്തില്ല. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിലേക്ക് ക്ലാസ്സിലേക്ക് വരും. നമ്മൾ
ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളത് കണ്ടില്ലേ, ഒന്ന് ദൈവരാജ്യം കാണാൻ കഴിയും, കടക്കാൻ കഴിയും, പഠിക്കും കുഴപ്പമില്ല. അവകാശമാക്കുകയാണ്. ഈ അവകാശമാക്കണമെങ്കിൽ എൻ്റെ പിതാവിനെക്കുറിച്ചും എനിക്ക് വെച്ച അനുഗ്രഹത്തെക്കുറിച്ചും അതെങ്ങനെയാണ് എങ്ങനെയാണ് അതിലേക്ക് ഞാൻ കടക്കുന്നതിന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അവകാശമാക്കാൻ കഴിയത്തില്ല. നമ്മുടെ രാജാവിൻ്റെ മക്കളെന്നൊക്കെ പറഞ്ഞ് പോകാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരിക്കലും അവകാശമാക്കാൻ നമുക്ക് കഴിയത്തില്ല. എങ്ങനെയാണ് അവകാശമാക്കുന്നത്? ദൈവം നമുക്ക് ഓൾറെഡി വെച്ചിരിക്കുക. അതിലേക്ക് എൻ്റെ അപ്പൻ എനിക്ക് വെച്ചിരിക്കുന്ന സ്വത്ത് ഞാൻ കണ്ട് അതിലേക്ക് ഞാൻ അവകാശമാക്കി എടുക്കുക, അല്ലേ? മീൻസ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അപ്പൻ, ഈ ഭൂമിയിൽ അപ്പൻ എനിക്ക് 5 ഏക്കർ സ്ഥലവും ഒരു വീടും അവിടെ വെച്ചിരിക്കുക, എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക. നീ പൂർത്തിയാകുമ്പോൾ നിനക്കത് കിട്ടും. പ്രായപൂർത്തിയായിട്ട് വയസ്സ് 40-50 ആയിട്ടും മൂക്കിൽ പല്ല് വന്നിട്ടും അവനതിനൊക്കെ കുറിച്ച് അറിയില്ലെങ്കിൽ അവകാശം ആർക്ക് കഴിക്കും? അത് വെറുതെ അങ്ങനെ തന്നെ ഇരിക്കും. അത് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അവകാശമാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കിങ്ഡം ഫൗണ്ടേഷനാണ് വേണ്ടത്. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വചനം നമുക്ക് അറിയണം, ദൈവഹിതം നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവ ഇഷ്ടം പൂർത്തിയാക്കുവാനോ അവകാശം പ്രാപിച്ചെടുക്കുവാനോ കഴിയത്തില്ല. ചുമ്മാ നമ്മൾ രാജാവിൻ്റെ മക്കൾ പറഞ്ഞ് പോകുമെന്നല്ലാതെ അവസാനം നമ്മൾ മരണത്തോടടുക്കുമ്പോൾ എല്ലാം നഷ്ടമായി, എല്ലാം തകർന്നരിപ്പണമായി, വിശ്വാസം പോയി, എല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പിച്ചിമ്പേയും പറഞ്ഞൊക്കെ നമ്മൾ മരിച്ചങ്ങ് പോകും. അതുകൊണ്ടൊന്നും കാര്യമില്ല. വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞ് മരിക്കണം നമ്മൾ. നിങ്ങൾ എന്നോട് ചേർന്നുണ്ടോ? നിങ്ങളെന്നോട് അതിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയാണ് സാക്ഷ്യം പറഞ്ഞത്? എവിടെയാണ് ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ വർഷങ്ങളോളം തേനി പഠിച്ചൊരു പയ്യനാണ്, ചെറുപ്പക്കാരൻ പയ്യനാണ്. 3 വർഷങ്ങൾ പഠിച്ചതാണ്. 10-15 വർഷം ഞങ്ങളുടെ കൂടെ കുഞ്ഞായിരുന്നപ്പോൾ വന്നതാണ് ഞങ്ങളുടെ കൂടെ. പുള്ളി മരിക്കുമ്പോൾ 34 വയസ്സിലേക്കാണ് 35 വയസ്സിലേക്കാണ് പുള്ളി മരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ വന്ന് പഠിച്ചു, ഞങ്ങളൊക്കെ വിട്ടുപോയി. അതിനുശേഷം പുള്ളി നല്ല ഒരു പാസ്റ്ററായി വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പിന്നീട് പുള്ളിയെ കുമളിയിൽ ചെല്ലുമ്പോൾ പുള്ളി ഒരു കടയിൽ സെയിൽസ്മാനായിട്ട് നിൽക്കുക. അതിനു മുമ്പേ പുള്ളി ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, ഞാൻ ശരിയാവില്ല, വൈഫ് സമ്മതിക്കില്ല, അതില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞുമാറി പലപ്പോഴും വിളിക്കുമ്പോൾ ജോൺസൺ ബ്രദറിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാം കഴിഞ്ഞ് വർഷങ്ങളെ കഴിഞ്ഞ് അവസാനം ഞാൻ പുള്ളിയുടെ എന്താ പറയുക, ഈ സെയിൽസ് ഗാർമെൻറ്റ് ഷോപ്പിൽ പുള്ളി സെയിൽസ്മാൻ. അവിടെ ചെന്നപ്പോൾ പുള്ളി സംസാരിച്ചപ്പോൾ ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിനകത്ത് എത്രമാത്രം വിങ്ങലുണ്ടെന്ന്, എത്രമാത്രം എന്താ പറയുക അകത്ത് നൊമ്പരപ്പെടുന്നെന്ന് നമുക്കറിയാം സംസാരിക്കുമ്പോൾ. കാരണം ഇത്രയും വർഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് മുറങ്ങയും കിടന്നൊക്കെ ജീവിച്ച കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൂടെ, ദിവാസന്മാരാ അവരൊക്കെ. പക്ഷേ അവസാനം കുറച്ച് കഴിഞ്ഞ് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ പുള്ളിയുടെ വിതുമ്പുന്നതും കണ്ണുകൾ നിറയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് അറിയുന്നത് പുള്ളി വിശ്വാസത്തിൽ തള്ളിക്കളഞ്ഞ് ഭാര്യയും അമ്മായിയമ്മയെ കൂടി ഒരു വീടെടുത്ത് താമസിക്കുക. വിശ്വാസവും ഇല്ല, പാസ്റ്റർഷിപ്പും ഇല്ല, ഒന്നുമില്ല. പുള്ളി ചുമ്മാ വിട്ടു പോകുകയാണ്. അപ്പോൾ അതിനുശേഷം സംസാരിക്കുകയും അന്ന് 2 ദിവസം ഞങ്ങൾ അവിടെ കുമളിയിലുണ്ടായിരുന്നു. സംസാരിക്കുക കഴിഞ്ഞു. തുടർന്ന് 2 മാസം പുള്ളി എൻ്റെ കൂടെ ഞങ്ങളുടെ ക്ലാസ്സിലാത്തതുകൊണ്ട് എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തിരുനെൽവേലിയിൽ അവിടെ ക്ലാസ്സിൽ പുള്ളി അവിടെ നിന്ന് വരുമായിരുന്നു. തേനിയിൽ നിന്ന് 100-300 കിലോമീറ്റർ പുള്ളി എൻ്റെ കൂടെ വരും. അങ്ങനെ 2 മാസം എൻ്റെ കൂടെ ചേർന്നിരുന്ന് ഒരു 3-4 ദിവസം ഞങ്ങളുടെ കൂടെ കിടക്കുകയും ഉണ്ണുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 2 മാസം പുള്ളിയുള്ള വിശ്വാസം തിരിച്ച് പുള്ളി പിടിച്ചെടുത്തു. 3-ാമത്തെ മാസം പുള്ളി കൊറോണ വന്ന് മരിച്ചുപോയി. ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് ആ വിശ്വാസത്തിലില്ലാതെ മരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നിത്യത എവിടെ കഴിക്കും നമ്മൾ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു 2 മാസം പുള്ളിക്ക് കിട്ടിയ ബോണസാണത്. പുള്ളി ആ 2 മാസം ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി. നമുക്കറിയാം എത്രമാത്രം പുള്ളി വിട്ടുപോയെന്ന്, എത്രമാത്രം ശൂന്യത എത്രമാത്രമാണ് നമുക്കറിയാം. ഞാൻ പറയുന്നത് ഈ കിങ്ഡം ഫൗണ്ടേഷൻ വചനങ്ങൾ, യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞ നീതിയുടെ വചനങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് ചൂട് വരുന്ന പോലെ ചേർത്ത് നിർത്തിയാൽ മതിയാവും നമുക്ക്. അതിന്മേൽ നിന്നിട്ടാണ് ഈ ദൈവ വാഗ്ദത്തങ്ങൾ അവകാശമാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവേണ്ടത് നിൽക്കുന്നത് നമ്മളതിനെക്കുറിച്ച് കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഓരോ റൂമുകളായി പണിതെടുക്കുന്നത്. ഒന്ന്, ഈ സന്താനമുഷ്ടികളായി പെരുകി നിറയുന്ന ഒരു അവകാശവും നമുക്കൊരു കയ്യൂക്കുന്നൊക്കെ അല്ലേ, കയ്യൂക്കും നമുക്ക് ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ജാതികൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ ഇന്ന് പാപത്തിൻ്റെ മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാ, ലോകത്തിൻ്റെ മേൽ പോരാടണം, ജഡത്തിൻ്റെ മേൽ പോരാടണം, പിശാചിനോട് പോരാടുന്നു അല്ലേ, സ്വയത്തോട് ഒരു പോരാട്ടമുണ്ട്, പാപത്തോട് പോരാട്ടമുണ്ട്. ഇത് ഇനി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ അവന് ജീവിതത്തിലേക്ക് കടന്നുകൂടിയത് ഈ 2 അവകാശങ്ങൾ വാഗ്ദത്തം അവകാശമാക്കാൻ കഴിയാതെ മാറിപ്പോയി. എന്താ? അടക്കുക, വാഴുക. പിശാചിൻ്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ ഹവ്വ വീണു, ആദം വീണുപോയി. അവർ ഏദൻ തോട്ടം വിട്ട് പുറത്തായിപ്പോയി.
നമുക്കറിയാം ദൈവത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ ഏദൻ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലേക്ക്, ജയിലിലേക്ക് പറഞ്ഞു വിട്ടത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ നമുക്കറിയാം, അവൻ എന്നും പാപിയായി നിത്യമായി ജീവിക്കാതിരിക്കുവാൻ. ഏദൻ തോട്ടത്തിലെ നന്മ തിന്മ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു, പാപിയായി തീർന്നു. ഈ നാളെ രാവിലെ വീണ്ടും അവിടെയൊക്കെ കറങ്ങി നടന്ന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും കൂടി പറിച്ചു തന്ന് എന്നും നിത്യമായി പാപിയായി ജീവിക്കാതിരിക്കുവാൻ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് വീണ്ടും പുത്രനെ പോലെ ദൈവത്തിൻ്റെ സ്വരൂപത്തോടെ ആക്കിയെടുത്ത് ആ സ്വർഗീയത്തിൽ തീർക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞത്. നമ്മുടെ കരുണയാണത്. വീണ്ടും 4000 വർഷം കഴിഞ്ഞ് ഭൂമിയിലേക്ക് പുത്രനെ അയച്ച് നമുക്ക് പാപത്തിന് പരിഹാരം ചെയ്ത് ഇന്ന് ആത്മാവിലൂടെ ഇന്നും മയങ്ങാതെ അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പുത്രനെ പോലെ അനുരൂപമാക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ട്. പാപിയായി നിത്യം ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് യേശുവിനെ പോലെയാക്കി മാറ്റി നമ്മളെ സ്വർഗീയ പരദീസയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അടിസ്ഥാനം നമുക്ക് ആവശ്യമാണ്. ഞാൻ എന്താ പറയുക, സഭയെക്കുറിച്ചോ സഭയുടെ 7 തൂണുകളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക അപ്പോസ്തല ഉപദേശത്തെക്കുറിച്ചോ ഒന്നും ഞാൻ തുടങ്ങിയിട്ട് പോലുമില്ല. സഭയുടെ 2 തൂണുകൾ അതൊക്കെ. ഒരു സ്ത്രീ വാക്യം പറയുന്നത് പോലെ ഒരു സ്ത്രീ ഭവനം പണിതു, അതിൽ 7 തൂണുകളുണ്ടെന്ന് പറഞ്ഞ പോലെ ആ അപ്പോസ്തല 2-ാം അധ്യായത്തിലേക്ക് കർത്താവ് ആ 7 തൂണിന്മേൽ ആ സഭയെ നിർത്തിയിരിക്കുന്നത്. കാര്യം മറന്നു പോകരുത്, നമ്മളൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല. ആ ഒരു ഫൗണ്ടേഷൻ മാത്രം ഇട്ട് തുടങ്ങുകയാണ് നമ്മൾ. ഞാൻ എനിക്ക് പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? കട്ടിയായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? അപ്പം അതുകൊണ്ട് എന്നും ഡെയിലി നമ്മൾ വചനം മിനിമം 5 അധ്യായം വായിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. നമ്മുടെ കറക്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇന്നലെയും നാളെ മറിഞ്ഞു പോകാനുണ്ട് അല്ലേ? അടിസ്ഥാനം ഇളകിയാൽ നീതിമാൻ മൂലം വായിച്ചില്ലേ നിങ്ങൾ? അടിസ്ഥാനം, ഈ കറുന്ന കിങ്ഡം ഫൗണ്ടേഷൻ ഇളകിയാൽ എത്ര വലിയ നീതിമാനാണെങ്കിലും, എത്ര വലിയ ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണെങ്കിലും, എത്ര വലിയ പ്രവാചകനാണെങ്കിലും, എത്ര വലിയ അപ്പോസ്തലനാണെന്ന് പറയുന്നവനാണെങ്കിലും, ഓക്കെ, ആ ഫൗണ്ടേഷൻ ഇളകിയാൽ എന്താ പറയുക, നീതിമാൻ, അടിസ്ഥാനം ഇളകിയാൽ നീതിമാൻ നിൽക്കുക പോലുമില്ല. കാര്യം മറന്നുപോയി എത്രയോ വിശുദ്ധന്മാരെന്നറിയാം. അവരെ യൗവനകാലത്തിലേക്ക് ഓടി അവസാനം 10-40 വർഷം കഴിയുമ്പോഴല്ലോ ആ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവസാനം ഏതെങ്കിലും അവിടെ ഇവിടേക്ക് മൂലക്ക് വന്ന് ഒതുങ്ങി നിന്നിട്ട് വിട്ടുപോകുകയാണ്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ഇഷ്ടം പോലെ സഭകളുടെ കാര്യം പറഞ്ഞു പോകുന്നത്. കാരണം അറിയാമോ, വീട് പണിതു, പക്ഷെ മണ്ണിന്മേലായിപ്പോയി. കാറ്റും കോളും വന്നു, ജീവിതത്തിലേക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും ആവലാദികളും ദൈവം അഴച്ചു. നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയാ, നമ്മുടെ വിശ്വാസം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാ. പക്ഷേ പതറിപ്പോയി, വീണുപോയി. അവസാനം കൃപ കൊണ്ട് മാത്രം നിൽക്കുന്നു മാത്രമായി. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആരെ കുറ്റപ്പെടുത്തുക ഒന്നുമല്ല, ഞാൻ ഇവിടുത്തെ കാര്യം അല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് നമുക്ക് വീണോളം. ദൈവസഭയുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ദൈവരായത്തിൻ്റെ വചനം എന്ന് പറയും നമ്മളതിന് അല്ലേ. എന്നിട്ട് മുകളിൽ പണിയെ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ 4ാമത്തെ നിലയിൽ നിൽക്കുകയാണ് നമ്മൾ. അത് ഒരു സബ്ഡി എന്ന് പറയും, അതൊരു പോരാട്ടമാണ് അല്ലേ. അറ്റാക്കാ അല്ലേ, ഈ അറ്റാക്ക് അല്ലേ, അറ്റാക്ക് എന്തുവാകട്ടെ, പോരാട്ടമാണ് നമുക്കത്. ആരോടാ? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 5 ഇനിയും ഉണ്ടാവും. ഇനിയും പഠിച്ചാൽ പെട്ടെന്ന് കിട്ടിയപ്പോൾ എഴുതി വെച്ചാൽ ഇനിയും പഠിച്ച് ഇഷ്ടം പോലെ കാണുമായിരിക്കും. ഈ 5 എണ്ണത്ത് പോരാടുകയാണ്. ഈ പോരാടി ജയിച്ചാൽ മാത്രമേ 5ാമത്തെ നിരയായ ഡൊമിനിയൻ വാഴ്ച വാഴുക എന്ന് പറഞ്ഞ അതിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇന്നൊരിക്കലും വാഴ്ചയില്ല എന്നൊക്കെ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതിയാകത്തുള്ളൂ. അങ്ങനെ ഉപദേശമുണ്ടെങ്കിൽ അത് കൾട്ട് ഉപദേശമാവും, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. കാരണം നമ്മുടെ കർത്താവ് ഇന്നും രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നിട്ടുണ്ട്, രാജാവായിട്ടുണ്ട്. എവിടെയാ? ഞാൻ അതിനെക്കുറിച്ച് ആ മൈക്രോണേഷൻ ഡേ എന്ന ക്ലാസ് നമ്മൾ നിർത്തിപ്പോയില്ലേ, അത് വീണ്ടും ഞാൻ ഈ ബന്ധത്തിൽ വീണ്ടും അത് പുനഃസ്ഥാപിക്കും. വീണ്ടും അത് നമ്മൾ തുടങ്ങും. അല്പം എടുക്കും, എന്നോട് ദേഷ്യം തോന്നണ്ട, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് അറിയാം. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടും, ആ ബാക്കിയുള്ളതും കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ അവിടെയില്ല ഇവിടെ ഇല്ലാതെ അതങ്ങ് മാഞ്ഞു പോകും. അതിന് മെയിൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല നമ്മളതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ സബ്ഡി ഒരു എന്താ പറയുക പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയുമാ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. ജഡം എന്ന് പറഞ്ഞാൽ പിശാചും ഹവ്വയും തമ്മിൽ ചേർന്നപ്പോൾ ഉരുവായ ഒരു എന്താ പറയല്ലേ, മനുഷ്യനകത്ത് ഉരുവായ ഒരു പ്രകൃതമാണ്, പാപത്തിൻ്റെ പ്രകൃതമാണത്. അതെല്ലാം നമ്മളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് നമുക്ക് തല്ലി കിട്ടുന്നത് അല്ലേ, ചീത്തപ്പേര കിട്ടുന്നത് നമ്മളെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചതാണ് വിട്ടുപോകുന്നു. ലോകത്തോട് പോരാടണം. എവിടെയാ? പലപ്പോഴും വിട്ടുകളഞ്ഞതിലേക്ക് വീണ്ടും പോകുന്ന ആൾക്കാർ ഇന്നുമുണ്ട്.
വിട്ടുകളഞ്ഞ പഴയ സമ്പ്രദായങ്ങൾ, അല്ലേ, പഴയ നേർച്ച കാഴ്ച വഴിപാടുകൾ, പഴയ എന്താ പറയുക വിളക്ക് വെച്ച് ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ വിട്ടുകളഞ്ഞ വീണ്ടും അതിലേക്ക് മടങ്ങി വന്നു. എത്ര ഭയാനകമാണ് നോക്കണം. എത്ര വർഷങ്ങളെ പഴക്ക വിശ്വാസിയാണെന്നിരിക്കണം. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് വിട്ടുകളഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഇതിലേക്ക് കടന്നു വന്നു. കണ്ണ് ചങ്ക് പൊളിഞ്ഞു പോയി നമുക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കാരണം ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരിക്കണം നമുക്ക്. കർത്താവ് നമ്മെ വിളിച്ചത് ഈ ലോകത്തിൽ വലിയവനാക്കാനോ വലിയ പത്രാസ് നൽകി വലിയ എന്താ പറയുക ആനയും ചേനയാക്കാനൊന്നുമില്ല. നമുക്ക് കർത്താവ് നമ്മെ വിളിച്ചത് യേശുവിനെ പോലെ ആക്കി മാറ്റാൻ വേണ്ടിയാണ്, അവൻ്റെ പുത്രത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ്, അവൻ്റെ സ്വരൂപത്തെ അനുരൂപമാക്കാൻ വേണ്ടിയാണ്, അവൻ്റെ സാദൃശ്യത്വം അനുരൂപമാക്കാൻ വേണ്ടിയാണ്. നമുക്ക് സാദൃശ്യമുണ്ട്, ആത്മദേഹി ദേഹം മൂന്നുമുണ്ട്. പക്ഷേ അവൻ്റെ സാദൃശ്യമല്ല, അവൻ്റെ ആത്മദേഹി ദേഹമാണ്, അല്ലേ? അതുപോലെ അല്ലെങ്കിൽ നമുക്ക് മറിഞ്ഞുപോയി, ദേഹം ദേഹി ആത്മാവായി പോയി. എല്ലാം കണ്ണിൽ കൂടി കണ്ട് എടുക്കുന്ന പരിപാടിയായി പോയി. എല്ലാം ഓർഡർ തിരിച്ചു കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ പരിപാടി. അതുകൊണ്ട് ലോകത്തെ ജയിച്ചേ മതി. ലോകത്തെ ജയിക്കണമെങ്കിൽ ലോകത്തിലുള്ളതിനെയും ജയിക്കണം. മറന്നു പോകരുത്. നമ്മൾ നിൽക്കുന്നുണ്ട്, നോക്കണം ഇവിടെ കിടക്കുക. നമ്മുടെ ഹൃദയം പഴയ ലോകത്തിലേക്ക്, പഴയ സമ്പ്രദായങ്ങൾക്ക് മറിഞ്ഞു പോയിട്ടുണ്ടോ? അറിയില്ല, അറിയാതെ ചെയ്തു പോയിട്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ കരച്ചിലും പിടിച്ചുമായിട്ട് എന്താ കാര്യം, അല്ലേ? ഒരു കാര്യവുമില്ല. എവിടെയൊക്കെയോ നമ്മൾ തെറ്റിപ്പോകാൻ കാരണം, പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം വീണു പോകാൻ കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. അപ്പം അതുകൊണ്ട് മറന്നു പോകരുത്. രണ്ട്, ജഡം അന്നും ഇന്നുമുണ്ട്, നമ്മുടെ പാവപ്രകൃതമാണ്. അതിനെ ക്രൂശിക്കുക, കൊല്ലുക എന്ന കാര്യം പറയുന്നത്, അല്ലേ? ലോകത്തോട് പോരാടണം നമ്മൾ, അതിനെ ഉപേക്ഷിക്കണം നമ്മൾ. ഈ ജഡം അങ്ങനെയല്ല, ജഡത്തെ കൊല്ലണം, കൊന്നുപിടിക്കണം എന്നാണ് പറയുന്നത് ജഡത്തെ, അല്ലേ? നമുക്ക് എല്ലാവർക്കുമുണ്ട് ജഡത്തിലെ മോഹങ്ങളെ കൊല്ലുക, ഇഷ്ടങ്ങളെ കൊല്ലുക. കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരുന്നത് എല്ലാത്തിനെയും ക്രൂശിലേക്ക് ഏൽപ്പിക്കുക എന്നാണ് പറയുന്നത്. ക്രൂശിക്കുക എന്ന് പറയും, ക്രൂശിലേക്ക് ഏൽപ്പിക്കുക എന്നൊക്കെ പറയും. അത് ഓരോ ഭാഷകളാണ്. അതെല്ലാം വചനത്തുള്ള ബന്ധത്തിൽ കർത്താവ് അനുവദിച്ചപ്പോഴേക്കും പഠിക്കാം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ. അത് പിശാചിനോട് എതിർത്തു നിൽക്കുക, പോരാടുക. അല്ലാതെ അവനെ ക്രൂശിക്കാൻ പോയാൽ പണി പാടും അവൻ നമ്മളെ ക്രൂശിച്ചിട്ട് പോയി കളയും, അല്ലേ? കർത്താവ് വരുമ്പോഴും, കർത്താവ് ഈ ലോകത്തിൽ വരുമ്പോഴും എത്ര സാധനം ഇവിടെ ഉണ്ടോ അത്രയും സാധനങ്ങൾ അന്നും ഇന്നും ഇവിടെയുണ്ട്. എണ്ണം നമുക്കറിയത്തില്ല, എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടി 33.33 എന്നൊക്കെ പറയും നമ്മളല്ലേ. എത്രയാണെങ്കിലും അത്ര അന്നും ഇന്നും ഉണ്ട്. നമുക്കതിൽ ശാസിക്കാൻ, നമുക്ക് അതിനോട് പോരാടി നമുക്ക് നിൽക്കാം. അടുത്തതുണ്ടാ സ്വയത്തോടല്ലേ? സ്വയത്തോടെ എങ്ങനെയാണ് ഇടപെടുന്നത് നമ്മൾ? പറഞ്ഞ് കേൾക്കട്ടെ, ഒരാൾ മാത്രമല്ല, എല്ലാവരും പറ. സാത്താനോട് എങ്ങനെയാണ് ഇടപെടുന്നത്? ലോകത്തോടെ എങ്ങനെയാ? ഓക്കെ. മറ്റേത് ജഡത്തോടെ എങ്ങനെയാ? ക്രൂശിക്കണം. മറ്റു ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശിലേക്ക് ഏൽപ്പിക്കണം എന്നൊക്കെ പറയും. ഇത് വാക്കുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം, വള്ളിക്ക് പുള്ളിക്ക് ഉണ്ടെങ്കിലും അർത്ഥങ്ങൾക്ക് ഒരുപാട് വ്യാപ്തിയുണ്ട്. അതിലൊക്കെ ഞാൻ വിട്ടുപോകുന്നത്. അതിലെ കൊല്ലുക, ഒറ്റവാക്കി പറഞ്ഞാൽ കൊന്നുകളയുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. അടുത്തതാ സ്വയത്തോടെ എന്താ ചെയ്യേണ്ടത്? ത്യജിക്കുക. കാരണം സ്വയത്തെ കൊല്ലാൻ പോയാൽ സ്വയം ഞാനാണല്ലോ. പിന്നെ അവസാനം എന്താ പറയുക, തെമ്മാടിക്കുഴിയിലേക്ക് എടുക്കേണ്ടി വരും നമ്മൾ. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ലേ? തെമ്മാടിക്കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. ഞാൻ തെമ്മാടിക്കുഴിയൊന്നും ഇല്ലട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ നാട്ടിൽ പറഞ്ഞു കേട്ടത് കൊണ്ട് പറഞ്ഞതാ. നമുക്ക് ഇതൊന്നും അറിയത്തില്ല. എന്താണ് ഈ സ്വയത്തെ ത്യജിക്കുവാനുള്ള കാരണം? എൻ്റെ ഹൃദയത്തിനകത്ത് ഞാനല്ല, അവൻ തന്നെയാണ്. അടുത്തത് പാപത്തോട് പോരാടി നിൽക്കുക. നമ്മൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പഠിച്ചതാ. നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്ന വായിച്ച ഈ 3 കഴിഞ്ഞു. നമുക്ക് ജീവിതത്തിൽ ആരെയും പഠിപ്പിക്കേണ്ട. നാലാമത്തെ എന്താ? ഈ യുഗത്തിൽ, ഈ ആയുസ്സിൽ നമ്മൾ നാലാമത് ചെയ്യേണ്ടത് 1:28 നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? 5 കാര്യം. 1:20 മനുഷ്യന് കൊടുത്ത വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാ? സന്താനപുഷ്ടിയുടെയായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക, പാപം നിമിത്തം അടക്കുക, വാഴുക, നഷ്ടപ്പെട്ടു പോയി. പഠിച്ച ഓർമ്മയുടെ നിൽക്കലേ. നോഹോടൊക്കെ പറയുന്ന വ്യത്യാസമുണ്ട്. ഈ യുഗത്തിൽ വിശ്വാസികൾക്ക്, ജാതികൾക്കല്ല, രക്ഷിക്കപ്പെട്ടവർക്ക്, വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് ഈ യുഗത്തിൽ എന്താ ഉള്ളത്? നാലാമത്തെ സ്ട്രക്ചർ, അല്ലേ? അടക്കുക. ഈ പറഞ്ഞ എല്ലാത്തിനും ഇനിയും കാണും, നമുക്ക് പഠിച്ചു ഇഷ്ടം പോലെ കാണും. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളും പറയുക, ഹൗസ് ടച്ചിലേക്ക് എടുക്കുക, ഗ്രൂപ്പിലേക്ക് ഇടുക. ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി പുതിയ 5 അല്ലേ? അത് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ നമുക്ക് വീണ്ടും ഒരുപാട് പഠിക്കാൻ പറ്റും. ഇനി ഇത്രയും ഈ ആയുസ്സിൽ മരണത്തിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ നാലാമത്തെ കാര്യമാണ് നമ്മൾ പോരാടല്ലേ. ഏദൻ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ കർത്താവ് യഹോവയായ ദൈവം ആദത്തോട് പറയുന്നുണ്ട്, നീ കാപ്പാനും വേല ചെയ്യാനും, അല്ലേ? ഇത് രണ്ടും നമുക്കിവിടെയുണ്ട്. കാക്കണം. നമുക്ക് നമ്മുടെ പ്രാണനെ കാത്തേ മതിയാവും. എന്നും പ്രാണനോട് പോരാടിക്കൊണ്ടിരിക്കുക പിശാച്. ഏത് വിധേനയും
നമ്മുടെ സമാധാനം, ക്രിസ്തുവിലുള്ള സമാധാനങ്ങൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, ദൈവരാജ്യമൊക്കെ നമ്മൾ ഒക്കെ എടുത്തു മാറ്റി, ദൈവജീവൻ ഒക്കെ എടുത്തു മാറ്റി നമ്മളെ തകർക്കാൻ ആഗ്രഹിക്കുകയാണ് അവൻ. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് അടുത്തത് എന്താ അറിയാമോ? വാഴ്ചയാണ് അടുത്തത്, അല്ലേ? ഇതെപ്പോഴാണ് ലഭിക്കുന്നത് നമുക്ക്? ഇവിടെയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണത്. കാരണം അങ്ങനെയെങ്കിൽ മറ്റൊരു രാജാവ് ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ പ്രസംഗിച്ച 2 പേരോട് പ്രസംഗിച്ചൊരു പ്രസംഗനുണ്ട്. അവൻ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളിത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. വാഗ്ദത്തം കൊടുക്കുകയാ. സത്യത്തിലുണ്ട്. ദൈവം തന്നെ പറയുന്നുണ്ട്, അത് നമുക്ക് നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകത്തിരാൻ വേണ്ടിയാ. ദൈവത്തെ പോലെ എന്ന് ആ വാക്ക് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും പുത്രനെ പോലെ ആയിത്തീരാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചത്, അല്ലേ? അല്ല, അങ്ങനെയല്ലേ? അവൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലൂക്കോസ് 3-ാം അധ്യായം ലാസ്റ്റ് വാക്യം ജനറോളജി, വംശാവലിയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് 3ന്റെ അവസാന വാക്യം നിങ്ങൾക്ക് അറിയാമോ? കറക്റ്റാ, പറഞ്ഞോ. 3-ാം അധ്യായം മുഴുവനും ഇന്നാൾ അബ്രഹാം ഇന്നാൾ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെ ജനിപ്പിച്ചു, പിതാക്കന്മാർ ഇങ്ങനെ ജനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അടുത്ത ലാസ്റ്റ് വാക്യം എന്താ? ഓക്കെ, അതല്ല, ആദം, അതാ വാക്യം. ആദം യേശു ജനിച്ച ഓക്കെ, അതൊക്കെ സത്യമാണ്, അതൊക്കെ അതല്ലേ ഞാൻ പറയുന്നത്. ലാസ്റ്റ് വാക്യം എന്താ? ആദം ദൈവത്തിൻ്റെ മകനെന്നാ പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിൽ ദൈവം ആദത്തെ എങ്ങനെ സൃഷ്ടിച്ചത്? മകനായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചത്, മറന്നു പോകരുത്. ആ മകനായി സൃഷ്ടിച്ചിട്ട് ദൈവത്തെ പോലെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് സാത്താൻ എന്താ പറഞ്ഞത്? ഞാൻ ക്ലാസ് ദീർഘിച്ചു പോകണം, എന്നാലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. പിശാച് എന്താ പറഞ്ഞത് അവനോട്? നിന്നെ ദൈവത്തെ പോലെയാകുമെന്ന്. സത്യത്തിൽ ഇവൻ ആരായിരുന്നു? ദൈവത്തിൻ്റെ പുത്രൻ തന്നെ, ദൈവത്തിൻ്റെ പുത്രനാ. നമ്മൾ സങ്കീർത്തനം 82 സംഘത്തിന് വാക്ക് വായിച്ചായിരുന്നു, പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താ? നമ്മളെല്ലാം കുട്ടി എല്ലോഹിങ്ങൾ, കുട്ടി എല്ലോഹിം, അല്ലേ? ദൈവപുത്രന്മാർ, ദൈവങ്ങൾ, കുട്ടി ദൈവങ്ങൾ. അതാ നല്ല വാക്യം, കുട്ടി ദൈവങ്ങളാ. ആൾ ദൈവങ്ങളല്ല, കുട്ടി ദൈവങ്ങളാ. ഈ ആയിട്ട് പോലും ഇവൻ്റെ വാക്ക് കേട്ടിട്ട് ഇവൻ പോയി അത് ആയിത്തീരാൻ വേണ്ടി പോയി. എന്ത് ഗതികളാ നോക്കിയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സത്യത്തിൽ നമ്മൾ ആരാണെന്ന് അറിഞ്ഞേ മതിയാകത്തുള്ളൂ. ഈ അന്ന് 2 പേരുടെ മുമ്പിൽ പ്രസംഗിച്ച അതേ പ്രസംഗൻ വീണ്ടും 4000 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി വന്നിട്ട് ഒരുത്തന് മുമ്പിൽ പ്രസംഗിച്ചു. വലിയ കൺവെൻഷൻ കൂട്ടങ്ങളോ 1000-ങ്ങളോ 10,000-ങ്ങളോ സ്റ്റേജോ മൈക്കോ പോഡിയോ ഒന്നുമില്ല. അന്ന് പ്രസംഗിച്ച അതേ പ്രസംഗൻ 4000 വർഷം കഴിഞ്ഞിട്ട് ഒരുത്തൻ്റെ മുമ്പിൽ വന്ന് പ്രസംഗിച്ചു. അറിയോ? യേശുവിൻ്റെ മുമ്പിൽ എന്താ പറഞ്ഞത്? യേശുവിനോട്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന 262 രാജ്യങ്ങളും നിൻ്റേതാകും. ഇതിൻ്റെ മഹത്വമൊക്കെ നിൻ്റേതാകും, നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഇല്ലേ? കർത്താവിനറിയാം ഇതൊക്കെ എൻ്റെ തന്നെയാണ്, ഞാനാണ് സൃഷ്ടിച്ചത്, ഇതെല്ലാം എൻ്റേതാണ്, അല്ലേ? അറവത്തിനെ പോലെയുള്ള നമ്മളെപ്പോലെ ആൾക്കാരാണെങ്കിൽ പറയും ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ആരെന്നുള്ള വെളിപ്പാടാണ് ഇതൊക്കെ നമ്മളെ മാറ്റിമറിക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ അടക്കുകയാണ് നമ്മൾ. ഇനി വാഴ്ചയുണ്ട്. എപ്പോഴാണ് വാഴ്ച സംഭവിക്കാൻ പോകുന്നറിയാമോ? ഇവിടുന്ന് അവൻ്റെ വിശുദ്ധ സഭയെ അല്ല വിശുദ്ധ മണവാട്ടിയെ, ജയാളികളെ, കാന്തയെ ചേർത്തോണ്ട് പോയിട്ട് ആകാശമണിയറയിൽ, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് അടുത്ത പഠിക്കും. മണിയറയിൽ 7 വർഷക്കാലം അവിടെ ഉണ്ടാകും. സ്വർഗത്തിലല്ല, ആകാശമണിയറയിൽ എവിടെയോ മണവാളിന് കൂടിയ മണിയറയിലായിരുന്നിട്ട് ഭൂമിയിൽ മുഴുവനും 7 വർഷ പീഡനകാലം കഴിയുമ്പോൾ താഴേക്കിറങ്ങി വന്ന് ഒലിവുമലയിൽ കാൽ ചവിട്ടി, അവിടെ ന്യായവിധിയെ കഴിഞ്ഞ് കാൽ ചവിട്ടി അവിടെ വീണ്ടും ഭൂമിയെ പുതുക്കി പണിതിട്ട് അവിടെ മുതലാണ് നമുക്ക് ഈ വാഴ്ച ആരംഭിക്കാൻ പോകുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അന്നാണ് നമുക്ക് ഇന്ന് എത്രത്തോളം വിശുദ്ധീകരണം പ്രാപിക്കുന്നുവോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ വാഴ്ചകൾക്ക്. 5 പട്ടണമുണ്ട്, 2 പട്ടണം കാണുമായിരിക്കും, ചിലപ്പോൾ 1 പട്ടണം കാണുമായിരിക്കും, 10 പട്ടണം കാണുമായിരിക്കും, ചിലപ്പോൾ കേരള സ്റ്റേറ്റ് തന്നെ അന്ന് തന്നിരിക്കും. പിണറായി വിജയൻ ഒന്നും ഉണ്ടാകത്തില്ല, പേടിക്കേണ്ട. അന്ന് INDC അല്ല, CPM കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നും ആരും ഉണ്ടാകത്തില്ല. അവിടെ ജനാധിപത്യമല്ല. ഇന്നിവിടെ വാഴണമെങ്കിൽ എന്ത് വേണം? ജനങ്ങൾ തിരഞ്ഞെടുക്കണം. വോട്ടുകളുടെ വലിപ്പം അനുസരിച്ചിരിക്കും വാഴ്ച, അല്ലേ? ഇവിടെ അങ്ങനെയല്ലേ? പക്ഷേ ഇതെന്തല്ല, ഇത് അപ്പോയിൻമെൻറ്റ് നൽകുകയാണ് നമുക്ക്, എഴുതിയങ്ങ് തരികയാണ് നമുക്ക്. ഇത് പിടിച്ചോ, വാണോളാൻ പറയും, അല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡൊമിനിയൻ, രാധ എന്ന ഹീബ്രു പദത്തിൽ വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വാഴ്ചകൾ ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ?
ഈ ആയുസ് അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ അനുവദിക്കുന്നത്, അല്ലേ? എന്താണെന്നറിയാമോ? ഇതൊക്കെ വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പാപത്തോട് നമുക്ക് പോരാടി ജയിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, മലയോളം പൊങ്ങിയുന്ന പാപം എത്രയോ നമുക്കൊന്ന് ജയിക്കാൻ കഴിയത്തില്ല. ഞാൻ കർത്താവിനെ വിട്ടു പോകാൻ പലപ്പോഴും തോന്നും, അല്ലേ? അത്രയും മുമ്പിൽ മലമോലെ നിന്നതൊക്കെ ഇന്ന് കുന്നോളം മാത്രമേ ഉള്ളൂ. ചാടിക്കടക്കാം നമുക്ക്. പണ്ട് കയറിട്ട് കയറിയാലും ചാടിക്കിടക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇന്നെന്താ അറിയാമോ? കുന്നോളമുള്ളൂ. പോയെന്നല്ല പറഞ്ഞത്, കുന്നോളമുണ്ട് ചാടിക്കടക്കാൻ. ദാവീദിന്റെ ഭാഷ പറയുന്ന വാക്ക് പറഞ്ഞ്, ഞാൻ ദൈവത്താൽ മതിലുകളെ ചാടിക്കടക്കാൻ തക്കവണ്ണം ഇന്ന് കാൽ കീഴിലേക്ക് അമർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ സംഭവിച്ചു? ജീവിതത്തിൽ വന്ന ഒട്ടനവധി പരീക്ഷകളും പരിശോധനകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം എന്നെ അകത്ത് രൂപാന്തരം മാറ്റിയത് നമ്മളറിഞ്ഞില്ല, അല്ലേ? ഇങ്ങനെയൊന്നും അല്ലേ ആണെന്നും നിങ്ങൾ ചിന്തിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ജീവിതത്തിൽ ഒട്ടനവധി ഒന്നൊഴിയുമ്പോൾ എന്താ പറയില്ല, കാരണം പറയും ഒട്ടൊഴിയാതെ ഒന്നൊഴിയാതെ എന്ത് വാക്ക്, അതുപോലെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട് കർത്താവ് അതുപോലെ കടത്തിവിട്ടത് കൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്ക് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഈ വാഴ്ചയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടെ വാഴണമെങ്കിൽ നമ്മുടെ ശുദ്ധീകരണമാണ്. നമുക്ക് പിന്നീട് എടുക്കും അതിനെക്കുറിച്ചൊക്കെ. നമ്മുടെ ശുദ്ധീകരണത്തിന് ഞാൻ പറയാം, നിങ്ങൾക്കിപ്പോൾ തോന്നും, ഒരു കൾട്ടുപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന അവകാശങ്ങളും അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളും ലഭിക്കാൻ പോകുന്ന എന്താ പറയുക തേജസ് വലിപ്പമൊക്കെ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഏകദേശം പറയൂ. 100% അല്ലേ പറയുന്നത്, ഏകദേശം പറ്റുമോ? പറ്റും. നമുക്ക് ന്യായം വിധിക്കാൻ പറ്റുമെന്ന്, അല്ലേ? പറ്റും. നമുക്ക് എങ്ങനെ പറ്റുമെന്ന് അറിയാമോ? ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് ലഭിക്കുന്ന വിശുദ്ധീകരണമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്. ആ തേജസ്സിൻ്റെ വലിപ്പമാണ് ഞാനും നിങ്ങളും വാഴാൻ പോകുന്ന ആ വലിപ്പം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് യേശുവിനെ അല്ലെങ്കിൽ വചനം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്നിലുള്ള കുറവുകൾ അല്ലെങ്കിൽ എൻ്റെ എവിടെയൊക്കെ വിശുദ്ധീകരണം പ്രാപിച്ചെന്ന് എനിക്ക് കാണാൻ കഴിയും. അതാരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണോ? ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യേശു എന്ന സ്കെയിൽ വെച്ച് യേശു എന്ന സ്കെയിൽ വെച്ച് ചുമ്മാ അല്ല വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി എത്രമാത്രം വിശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് കേട്ടോ. നമുക്ക് അവൻ്റെ പരിജ്ഞാനത്തിലേക്ക് വളർന്നുകൊണ്ട് വേറെ ഇഷ്ടംപോലെ കാര്യം വേറെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അവിടെ ജീവിക്കാൻ പോകുന്ന ഇന്ന് ഇവിടെ വെച്ച് അറിയാൻ കഴിയണം നമുക്ക്. കാരണം നമ്മളാരും സാധാ മനുഷ്യരല്ല, നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അവകാശ. അതുമാത്രമല്ല, ഇന്നത്തെ സ്വർഗീയ കൗൺസിലിൽ ഞാനും നിങ്ങളുമുണ്ട്. അവിടെ കേൾക്കുന്ന ഇവിടെ പറയാൻ കഴിയണം നമുക്ക്. ആത്മാവിൽ കേൾക്കുവാൻ കഴിയണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞ് ചുമ്മാതല്ല, കേൾക്കാൻ പഠിക്കണം നമ്മളൊക്കെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തുവാകട്ടെ, ഇവിടെയല്ല നമ്മുടെ വാഴ്ചകൾ ആരംഭിക്കാൻ പോകുന്ന 5ാമത്തെ അനുഗ്രഹം. ഇതെല്ലാം ദൈവം കൊടുത്താണ് കേട്ടോ. ഇതെല്ലാം ആദമിന് കൊടുത്ത. ഏദൻ തോട്ടത്തിൽ ആദം ദൈവത്തെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം അവിടേക്ക് ആദമിന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ആദം അവിടെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ അവിടെ കാണുമായിരുന്നു. എവിടെയാ? ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ അതെല്ലാം പാപനിമിത്തമാണ് നഷ്ടപ്പെട്ടു പോയ കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് വാഴ്ച ആരംഭിക്കുന്നത് അത് 1000 ആണ്ടിലായിരിക്കും. ഹല്ലേലൂയ. മിണ്ടുന്നില്ല നിങ്ങളൊക്കെ? ഞാൻ ഒരു പറയുന്ന ആൾ നിങ്ങൾ കേൾക്കുന്ന ആളായിട്ട് മാത്രം ഒതുങ്ങി ഒരു എന്താ പറയുക റെസ്പോൺസും ഇല്ലാത്ത പോലെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ വെളിപ്പാട് 5:10 പറയുന്ന പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അർക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ ഉള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ മറ്റിവർക്കല്ല, ഈ യഹൂദന്മാർക്ക് മാത്രമല്ല. ഇവിടെയൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 72 സങ്കീർത്തനമൊക്കെ സിയോൺ മലയിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവരെക്കുറിച്ച് വംശാവലി അവിടെക്കുറിച്ച് എന്താ പറയുക, മേദ്യർ, പേത്യർ, അറബികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജാതീയ പേരുകൾ, ഇതുപോലത്തെ എന്താ പറയുക സർവ്വഗോത്രത്തിൻ്റെ പേരുകളാണ് സിയോൺ മലയിലിരിക്കുന്ന ആളുകളെക്കുറിച്ച്. പലപ്പോഴും പലരും പല നമ്മുടെ ഗ്രൂപ്പുകൾ വിശ്വസിച്ച് പല സംഘടനകളും വിശ്വസിച്ചിരിക്കുന്ന അതൊക്കെ ഇസ്രായേൽ മക്കളെക്കുറിച്ചാണെന്ന്. യഹൂദന്മാരല്ല അതൊന്നും. അതൊക്കെ പേത്യർ, പൂത്യർ, അറബികൾ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് അല്ലേ, സർവ്വഗോത്രത്തിൽ നിന്നും, അല്ലേ? അവിടെ യഹൂദന്മാരൊന്നും അല്ല. ഇതൊക്കെ വാക്കുകൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമ്മൾക്ക് പലപ്പോഴും എല്ലാം ഇസ്ലാം മക്കൾ, എല്ലാ അനുഗ്രഹം ഇസ്ലാം മക്കൾ എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയൊന്നും അല്ല ഇത്. സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയിൽ വാഴുന്നു. അല്പമായി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? വാഴ്ച ലഭിച്ചിരിക്കുക നമുക്ക്. എവിടെയാ?
ഇവിടെ ഈ യുഗത്തിലല്ല, ആ യുഗത്തിൽ, അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ നിങ്ങൾക്ക്? വെളിപ്പാട് 2:26 വേഗത്തിൽ ഓടിച്ചു വിടുക. പണ്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. 26-27 പറയുക, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അല്ലേ? 1000 ആണ്ടിലൊക്കെ ഇന്നത്തെ ജാതികളല്ല, ഇന്ന് തല്ലാൻ പോയാൽ അവൻ നമ്മുടെ തലയിൽ കയറി പപ്പടം ചൂടെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ഇന്നല്ല, അവിടെ 1000 ആണ്ടിലെ കാര്യമാണ് പറയുന്നതെല്ലാം. വെളിപ്പാട് 12:5 പറയുന്നു, ഞാൻ ഇന്നതിനെക്കുറിച്ച് ഇന്നല്ല അടുത്ത ആഴ്ച, ഇന്ന് പറ്റുക ഇന്നലെ തുടങ്ങുന്നു അതിനെക്കുറിച്ച്. അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കാരണം ഇത് ഒട്ടനവധി ദുരുപദേശത്തിലേക്ക് മാറിപ്പോയ ഒരു വാക്യമാണ്. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട്. ആരാ ഇരുമ്പുകോൽ കൊണ്ട്? ദണ്ടെന്നൊക്കെ പറയില്ലെന്ന്, ചെങ്കോൽ എന്നൊക്കെ പറയില്ല നമ്മൾ. മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത് ഇത് എവിടെയാണ് വാഴ്ച സംഭവിക്കാൻ പോകുന്നത്? ഇത് നമ്മളെക്കുറിച്ച് തന്നെയാണ്, ജയാളികളെക്കുറിച്ചാണ്. 1000 ആണ്ടിൽ കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നെടുക്കപ്പെട്ടു. കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ജനിച്ച കുട്ടിയാണ്. അതൊന്നുമല്ല, പുരുഷത്വം പ്രാപിച്ച കുട്ടിയേക്ക് മാൻ ചൈൽഡ് എന്നാണ് പറയുന്നത്. ബേബി ചൈൽഡ്, ഗേൾസ് അല്ല, എന്താ ബേബി ഗേൾ എന്നൊക്കെ പറയില്ലേ? പെൺകുട്ടി ആൺകുട്ടി എന്നൊക്കെ ബേബി ഗേൾ എന്നൊക്കെ പറയില്ലേ? അതൊന്നും അല്ല ഇത് ഈ കുട്ടി എന്നൊക്കെ പറയുന്ന മാൻ ചൈൽഡ്, പുരുഷത്വം പ്രാപിച്ച അവരെക്കുറിച്ച് വാക്യം, അവനെക്കുറിച്ച് എടുക്കുമ്പോൾ പഠിക്കാം. വെളിപ്പാട് 24 പറയുന്നു, ഒന്നാമത്തെ പുനരുദ്ധാനം, അല്ലേ? ഞാൻ വാക്കുകൾ മാത്രം എടുത്തു പോകുകയാണ്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധരുമാകുന്നു. അവർ ഒന്നാം പുനരുദ്ധാനത്തിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പിന്നീട് പഠിക്കാം നമ്മൾ അതിനെക്കുറിച്ച്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഈ അടക്കുക എന്നതിന് ശേഷം ഈ യുഗത്തിൽ കഴിഞ്ഞാൽ 1000 ആണ്ടിൽ നമുക്ക് കേൾക്കാൻ കാണാൻ പോകുന്നത് മുഴുവനും വാഴ്ചകളെക്കുറിച്ചാണ് നമുക്ക് അവിടെ, അല്ലേ? അവിടേക്ക് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴാൻ പോകുന്ന അനുഭവങ്ങളൊക്കെയാണെന്ന് മറന്നു പോകരുത്. വെളിപ്പാട് 22:5 പറയുന്നു, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ്. കാരണം ആകാശവും ഭൂമിയൊക്കെ കത്തിപ്പോയില്ലേ? എല്ലാം കത്തി ഒഴിഞ്ഞു പോയി, ഇനി ഒന്നുമില്ല. ഈ പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. അവിടെ പുതിയ ഭൂമിയുണ്ട്, സ്പിരിച്വൽ ഭൂമിയാണ് വിട്ടുപോകുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും, വാക്കുകൾ ശ്രദ്ധിക്കണം. വെളിപ്പാട് ദിവസം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പേനയും പെൻസിലൊക്കെ ഇട്ടിരിക്കുക. എന്നേക്കുമുള്ള വാക്ക് കാണാൻ കഴിയും. പിശാചിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ ഈ ഒരു വാക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ വട്ടമിട്ട് പഠിച്ചാൽ മനോഹരമായി നിങ്ങൾക്ക് പഠിക്കാം. ദൈവത്തെക്കുറിച്ചൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. അപ്പം അതുകൊണ്ട് ദാനിയേൽ 7:18 പറയുന്നു, അത്യുന്നതൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും, അല്ലേ? സദാകാലത്തേക്കും രാജ്യത്വം. അപ്പം അവിടെ മുതലാണ് നമുക്ക് വാഴ്ചകൾ ആരംഭിക്കുന്നത്, അല്ലേ? ഞാനത് ജസ്റ്റ് പറഞ്ഞു വിട്ടു പോവുക. വെളിപ്പാട് 5:9 മുതൽ 10 വരെ പഠിക്കുമ്പോൾ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. എന്തിനു വേണ്ടിയാ? അവർ ഭൂമിയിൽ വാഴുവാൻ വേണ്ടി എന്ന കാര്യം മറന്നു പോകരുത്. സദൃശവാക്യം 5:25 പറയുന്നു, ഇവയെയും ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ, ഇവയും ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. അത് വിട്ടേക്ക്. 2 വാക്യം മാത്രം പറയുന്നു, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം. കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആരാ? അത് ദൈവത്തിനെന്താ? മഹത്വം. എന്നാൽ കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഒരു ചെറിയൊരു വാക്കാണ്, പക്ഷേ വല്ലാത്തൊരു വാക്ക്, വല്ലാത്ത ഹൃദയത്തോട് പറ്റിപ്പോകുന്ന വചനമാണ്. അതിന് വെളിപ്പാട്. കാര്യം മറച്ചു വയ്ക്കുന്നത്, വേദവസം പഠിച്ചാൽ പുതിയ നിയമത്തിലേക്ക് പൗലോസിലേക്ക് ഭാഷ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു മർമ്മം കാണിച്ചു തരാം. ഇഷ്ടം പോലെ മർമ്മം. വെളിപ്പാട് ദിവസം അതിലേക്ക് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും മർമ്മങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്ന ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇതുപോലത്തെ മർമ്മങ്ങൾ ദാനിയേൽ ചോദിച്ചിട്ട് പോലും ദൈവം മറച്ചു വെച്ച് കളഞ്ഞു. നമുക്കറിയാമല്ലോ, അല്ലേ? ദാനിയേലിൻ്റെ വാക്കൊക്കെ പഠിച്ചല്ലേ നിങ്ങൾ? മറച്ചു വെച്ച് നീ തൽക്കാലം ഒന്നും അറിയണ്ട, നീ പോയി റെസ്റ്റ് എടുത്തുകൊള്ളുക, വിശുദ്ധന്മാർ എന്നോട് ചോദിക്കും. അയച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ വിട്ടുപോകുക, സമയക്കുറവുള്ളതുകൊണ്ട് വേഗത്തിൽ, ഇല്ലേ? വായിച്ചല്ലേ? ദാനിയേലോട് എന്താ പറയുന്നത്? ലാസ്റ്റ് വാക്യം 12-ാം അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ പറയുന്നത്, നീ തൽക്കാലം പോയിട്ട് റെസ്റ്റ് എടുത്ത് വിശ്രമിച്ചു കൊള്ളുക, കാലാവസ്ഥത്തേക്ക് ലോഹരി പ്രാപിക്കുവാൻ നീ മടങ്ങി കൊള്ളുക. തൊട്ട് മോളി പറയുക, നീ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക, നീ പോയി റെസ്റ്റ് എടുക്കുക, വിശുദ്ധന്മാർ അന്ന് എന്നോട് ചോദിക്കും. ആരാ? നമ്മളെക്കുറിച്ച് പറയുക. അന്ന് എന്നോട് ചോദിക്കും. നീ ഇപ്പം ഇത് അറിയേണ്ട മർമ്മമാണ്. ദൈവം ഒന്ന് മറച്ചു വെച്ചു. അത് ദൈവത്തിൻ്റെ മഹത്വമാണത്, അല്ലേ? ദൈവം പലതും മറച്ചു വെക്കുന്ന ദൈവമാണ്. ഇപ്പോൾ ഉപമ പോലും പറയുമ്പോൾ എന്താ പറയുന്നത്?
മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. ഉപമ എന്താ? മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ. എന്നാൽ ചോദിക്കുന്നവർക്കോ? രാത്രി ശിഷ്യന്മാരെന്ന് ചോദിക്കുക, ഇന്നതെന്താണ്, കള എന്താണ്, മറിച്ചതെന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. ആ വെളിപ്പാടൊക്കെയാ നിന്ന നിപ്പിന് പത്രോസ് വെളിപ്പാടൊക്കെ പറയുന്നത് അല്ലേ. ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് വെളിപ്പാട് പറയാൻ കാരണം അറിയാമോ? അവർ രണ്ടാമത്തെ വാക്യം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. അപ്പോൾ ഒരുവൻ രാജപദവിയിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ആ സബ്ഡിയോ കഴിഞ്ഞ് അടക്കിയൊക്കെ കഴിഞ്ഞ് ആ രാജപദവിയിലേക്ക് ആകുന്തോറും, നമ്മളൊക്കെ ആകുന്തോറും നമ്മളൊരു കാര്യം നമ്മൾ വെളിപ്പെട്ട് വരും. എന്താ വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ? കാര്യം ആരായുന്നതോ. ഞാൻ ഇത് വായിച്ചിട്ട് മനസ്സിലാവണ്ടോ നിങ്ങൾക്കിത്? ഈ വാക്യം ഒരു വല്ലാത്തൊരു വാക്യമാണ്, പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഈ വാക്യം അല്ലേ. കാര്യം മറച്ചു വയ്ക്കുന്നത് ആർക്കാ? ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം മറച്ചു വെച്ചിട്ട് ചെയ്യത്തുള്ളൂ. അതാ മറ നീക്കി നമുക്ക് വെളിപ്പെടുത്തുന്ന മർമ്മം എന്ന് പറയുന്നത്. അതിൽ ഇഷ്ടം പോലെ മർമ്മം, എല്ലാം മർമ്മമാണ്. അപ്പോൾ ദൈവം എല്ലാം മറച്ചു വെച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കപ്പെട്ട നമ്മളോടാ പറയുന്നത്, എല്ലാം മറച്ചു വെച്ചിരിക്കുക. പലപ്പോഴും സഭ എന്താ അതുപോലെ നമുക്കറിയത്തില്ല, സുവിശേഷം പോലും പലപ്പോഴും നമുക്ക് അറിയുന്നില്ല അല്ലേ. 2 Corinthians 4:4 പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാതൊക്കെ വേണം അല്ലേ. മറച്ചു വെച്ചിരിക്കുക. കാരണം അത് വേറെ റീസൺ ഉണ്ടെങ്കിൽ പോലും മറഞ്ഞിരിക്കുക. പക്ഷേ ഒരു രാജപദവിയിലേക്ക് വളരുവാൻ ദൈവം കൊടുത്ത സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവാൻ വെച്ചിരിക്കുന്ന വിളിയിലേക്ക്, അതിൻ്റെ മർമ്മങ്ങൾ അറിയുന്ന അല്ലേ, ആ വിളിയിലേക്ക് ഒരുവൻ വളർന്നു വരുമ്പോൾ അവൻ ആരാന്നറിയാമോ? കാര്യങ്ങൾ ആരായുന്നതോ അല്ലേ, രാജാക്കന്മാരുടെ മഹത്വമാണ്. നമ്മൾ ചോദിക്കുകയാണ് ദൈവത്തോട്, കർത്താവ് ഇതെന്താ സംഭവിക്കുന്നത്? ഞാൻ തിരിച്ചും മറിച്ചും പല വിശുദ്ധന്മാരോട്, മരിച്ചുപോയ നല്ല വിശുദ്ധന്മാരോടൊക്കെ ചോദിച്ചിട്ട് പോലും മറുപടിയില്ല. പക്ഷേ യഹോവയായ ദൈവം പറയുക, യെശയ്യായി പറയുക, ഇതിൽ തപ്പി നോക്കിയാൽ ഒന്നും കാണാതിരിക്കില്ല, പക്ഷേ ഇതിലില്ലാത്തതും ഞാൻ കാണിച്ചു തരാം, പുസ്തകത്തിലില്ലാത്തതും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം പലതും മറച്ചു വെച്ചിരിക്കുക. നമുക്ക് ഇന്ന് അറിയേണ്ടത് മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നാൽ നമ്മൾ ഇന്നും ചോദിക്കുക പല കാര്യങ്ങളും. 1000 ആണ്ട് കഴിഞ്ഞാൽ യഹൂദന്മാരുടെ കാര്യം എന്താണ് ആർക്കറിയാം? എനിക്കും അറിയത്തില്ല, ബൈബിളിനകത്ത് വാക്കേയില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിച്ചോ നിങ്ങൾ? ഞാൻ പറയുന്നത് കട്ട് ചെയ്ത് തോന്നുന്നുണ്ടോ നിൽക്കത്? 1000 ആണ്ട് കഴിഞ്ഞാൽ യഹൂദന്മാരെ കുറിച്ച് നമുക്കറിയില്ല, അവൻ്റെ സ്ഥിതി എന്താണ്, എവിടെയാണ്, എന്തൊക്കെ നമ്മളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഒരുപാട് ചോദിച്ച് മറുപടിയില്ല, നമുക്ക് വിട്ടു. അവിടെ ചെല്ലുമ്പോൾ കാണാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ആരായുന്നതോ നമ്മൾ ചോദിക്കുക, കർത്താവേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താ ഇങ്ങനെയൊക്കെ ആകുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ കർത്താവിനോട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ വരണം. പൊട്ട ചോദ്യമായിരിക്കും. പൊട്ട മീൻസ് എന്താ പറയുക, ബോഷ ചോദ്യമായിരിക്കും. നമ്മൾ എന്നെ പോലെയൊക്കെ പൊട്ടത്തരങ്ങൾ ചോദിക്കുള്ളത്. പക്ഷേ അതെല്ലാം മഹത്വത്തിലേക്ക് മാറ്റി വരും നമ്മളെയൊക്കെ. ഹല്ലേലൂയ. നമ്മുടെ ചോദ്യങ്ങളൊക്കെ ബാലിശമായി തോന്നും നമുക്ക്, പക്ഷേ ഒന്നും ബാലിശമല്ല. അതൊന്നും ദൈവത്തിന് മുമ്പിൽ അപ്പൻ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ. ഇതാണ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വമാണ്. പക്ഷേ അവൻ്റെ അടുക്കൽ പോയി പറ്റയിരുന്ന് അവനോട് ചേർന്നിരുന്നിട്ട്, അപ്പാ ഇതൊന്ന് പറയണമേ, കാര്യങ്ങൾ ആരാഞ്ഞ് ചോദിക്കുക. നമ്മൾ വെറുതെ ചോദിക്കുന്നതല്ല, അത് നമ്മളെ കൊണ്ടുപോകുന്നത് രാജാക്കൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മളെ. വെറുതെ രാവിലെ എഴുന്നിട്ട് ശൂശു എന്ന് പറഞ്ഞ് കട്ടുമേന്നിട്ട് രാത്രി കിടക്കുന്ന മുമ്പ് 2 ശൂശു പറഞ്ഞിട്ട് അല്ല. ഇതല്ല ജീവിതം, ക്രിസ്തു ജീവിതം. പറ്റി നിൽക്കുക അപ്പനോട്, പരിശുദ്ധാത്മാവോട് ചേർന്ന് നിൽക്കുക. ഇതെന്താ കർത്താവ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ? പറ്റി നിൽക്കുക. എല്ലാത്തിനോടും ചേർന്ന് നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമുക്ക് വചനം പറയുന്നു, കാര്യങ്ങൾ ആരായുന്നെന്താ? രാജാക്കന്മാരുടെ മഹത്വമാണെങ്കിൽ ഇതെല്ലാം എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആ രാജപദവിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രാജാതിരാജാവായ ക്രിസ്തു 1000 ആണ്ടിൽ ഈ ഭൂമിയുടെ മധ്യത്തിൽ യെരൂശലേമിൽ ആസ്ഥാനമാക്കി അവന് ദേവാലയം പണിത് അവിടെ ഇരുന്നുകൊണ്ട് അവൻ രാജാതിരാജാവ് വാഴുമ്പോൾ രാജാക്കന്മാരായി നമ്മൾ അവനോട് കൂടെ ഉണ്ടായിരിക്കും. എത്ര മഹത്വമേറിയ വിളി എന്നറിയാമോ? ഇത് ഒരു കഥയല്ല, ഇത് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തിൽ എന്താ പറയുക, തറഞ്ഞുപോയ കാര്യങ്ങളതല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ എന്നും കർത്താവിൻ്റെ ചോദ്യം നമുക്കുണ്ടാകണം. ആരായണം നമ്മൾ? ആരാണെന്നല്ലേ അല്ലേ? ആരായണം.
നമ്മൾ ചോദിക്കണം. വാക്കതാ, കാര്യം ആരാഞ്ഞ് ചോദിക്കുക. നമ്മൾ എന്താ കർത്താവേ, ഇതെന്താണ് ഇങ്ങനെ, ഇതൊക്കെ നമ്മളെ അവസാനം ഇതൊക്കെ നമ്മൾ ഒരു രാജപദവിയിലേക്ക്. കാരണം അറിയാമോ, ഇവിടെ കേരളത്തിൽ നമ്മുടെ എറണാകുളം ഭരിക്കുന്നത് കളക്ടറാണ്. പേരൊന്നും എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ അറിവില്ലാതായിപ്പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയ ആരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണെന്ന് വെച്ചപ്പോൾ തപ്പുക കിടന്നിട്ട്. ഉള്ള കാര്യം പറയാമല്ലോ, ഒന്നിനോടും ഒരു എന്താ പറയുക, ഒന്നും എന്താന്ന് പോലും അറിയത്തില്ല. ഇന്നൊരു വിഷയം ഉണ്ടായല്ലോ, എന്തൊരു ചോദിച്ചപ്പോൾ ഞാൻ പറയും ഒന്നും എനിക്കറിയത്തില്ല, വിട്ടുപോയി. ഒരു കോളേജ് പൈസ, ഒരു കോളേജിന് ഇങ്ങനെയൊക്കെ പറയില്ലേ, ഇന്ന കോളേജ്, എയ്ഡഡ് കോളേജുണ്ട്, അൺഎയ്ഡഡ് കോളേജ്. ഞാൻ വായുമ്പോൾ വിളിച്ചിരിക്കുക ഇതെന്ത് സാധനമാണെന്ന്. കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം, പക്ഷേ എനിക്കറിയത്തില്ല. അത് ഉള്ള കാര്യം പറയാമല്ലോ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് കാരായൻ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്, അത് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദിവസം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുക. അത് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ചില മർമ്മങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് താഴെ കിടക്കും. നമ്മൾ ഉള്ള കാര്യം പറയാമല്ല, ദൈവത്തിന് ചില മർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തിയ പിന്നെ താഴേന്ന് എഴുന്നേക്കാൻ നമുക്ക് പറ്റത്തില്ല. ചില സമയം ദൈവം നമ്മളെ ഉറപ്പിച്ചിട്ടേ ചില വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് തരത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, ഇല്ലെങ്കിൽ നമ്മൾ വെറും മെൻ്റലായി പോകും. നമ്മൾ ചില മർമ്മങ്ങൾ വെളിപ്പാടുകൾ നമുക്ക് നൽകിയാൽ നമുക്ക് ആകെ കൺഫ്യൂഷനായിട്ട് ആയിപ്പോവും. അതുകൊണ്ട് ദൈവം പലപ്പോഴും നമ്മളെ ഉറപ്പിച്ച്, ഹൃദയം ഉറപ്പിച്ചിട്ടേ ദൈവം നമുക്ക് നൽകുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം മറന്നു പോകരുത്. കാര്യം മറച്ചു വയ്ക്കുന്ന ആർക്കാ? ദൈവത്തിന് മഹത്വമാണ്, അല്ലേ? അവൻ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല. നായ്ക്കളുടെ മുമ്പിൽ ബാക്കി പറ, നിങ്ങൾ എന്നോട് ചേർന്ന് വാ. ഇത് പുതിയ നമ്മുടെ സഭയോടെ പറയുന്നല്ലേ, നായ്ക്കളുടെ മുമ്പിൽ ദൈവം ഒത്തുകൾ ഇട്ട് കൊടുക്കത്തില്ല. കാരണം അറിയുമോ, അതിൻ്റെ വില അവർക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. വചനം, നമ്മൾ പ്രാപിച്ച വചനം, നമ്മൾ വിശ്വസിച്ച വചനം, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, മായം ചേർക്കാൻ പറഞ്ഞാലും, വെള്ളം ചേർക്കാൻ പറഞ്ഞാലും പറ്റുമോ നമുക്ക്? ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ, അത് നിധിയാണ്, നമ്മുടെ പ്രാണനേക്കാൾ ഏറെ വലുതാണ് നിധി. അതുകൊണ്ട് നമുക്കിതൊക്കെ, അതോടെ നിന്നെയും പരിഹാസം ആട്ടും തുപ്പൊക്കെ നമുക്കുള്ളത്, അല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് കാര്യം ആരായുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവവചനം വായിക്കുമ്പോഴൊക്കെ ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ അത് ചോദിക്കാൻ പഠിക്കുക. ഒരുപക്ഷെ കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരു കുഞ്ഞിനെ പോലെ ചോദിക്കാൻ പഠിക്കുക നമ്മൾ. അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ക്ലാസ് 5 നിലകളിലെ നമുക്ക് എന്തൊക്കെയാണ്? സന്താനപുഷ്ടിയുള്ളതായി, പെരുകി, നിറഞ്ഞ്, അടക്കി, വാഴുക. ഈ 5 കാര്യങ്ങൾ ഞാൻ വിടുകയാണ്. ഇത്ര മനസ്സായെന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ തൊട്ടുമോൾ വാക്യമുണ്ട്, അവൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ആ സ്വരൂപത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്, അല്ലേ? നമ്മളിന്ന് എല്ലാം പറിച്ചു മാറ്റി ദൈവം നമ്മളെ നമുക്കകത്ത് പുതിയ ഹൃദയം വന്നിട്ടുണ്ട്. ദൈവാനുരൂപമായ പുതിയ ഹൃദയമുണ്ട്. പക്ഷേ ദൈവം നമ്മളെ അതിലേക്ക് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവകാശമാക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. ഞാൻ ഓടിച്ചു വിടുകയാണ്. യേശു നമുക്ക് തരാമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ലൂക്കോസ് 12:32 എല്ലാവർക്കും സുപരിതമായ വേദവാക്യമാണ്. ചെറിയ ആട്ടിൻകുട്ടികളെ, അല്ലേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാല് മാത്രം വില തരേണ്ടത്, മട്ടൻ ബിരിയാണി, അല്ലേ, എന്തൊക്കെയാണ് വായിച്ചേ? ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. അപ്പോൾ ഇഷ്ടംപോലെ ആട്ടിൻകൂട്ടമൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും പറയുക, ചെറിയ കൂട്ടത്തിൽ കർത്താവ് പറയുക എന്താ? ഭയപ്പെടരുത്. എന്നിട്ട് പറയുക, നിങ്ങളുടെ പിതാവ്, ആരുടെ പിതാവാ? ഈ പറഞ്ഞ ആടുകളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് ആഗ്രഹിക്കുക? രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവപ്രസാദം എൻ്റെയും നിങ്ങളുടെയും വന്നത് എന്തിനു വേണ്ടിയാ? രാജ്യം തരുവാൻ, അല്ലേ? മലയാളത്തിൽ എന്താ? രാജ്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൺട്രി, അല്ലേ? കാരണവന്മാരൊക്കെ വിളിക്കുന്നത് ഇയാളെ കൺട്രി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് നമ്മൾ. ആ കൺട്രി അല്ല ഈ കൺട്രി വേറെ കൺട്രിയാണ്. അപ്പോൾ ഇതൊന്നും അല്ല, കൺട്രി അല്ല. അവിടെ നമുക്ക് വായിച്ചാൽ ഇംഗ്ലീഷ് KJV വായിച്ചാൽ, ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്, ഫോർ ഇറ്റ് ഈസ് യുവർ ഫാദേഴ്സ് ഗുഡ് പ്ലസർ ടു ഗിവ് യു ദ കിങ്ഡം. ആ രാജ്യത്വം തരുവാൻ. ഞാൻ വായിച്ച് മനസ്സിലാകും. എല്ലാ വേറെ 1-2 ഇംഗ്ലീഷ് ബൈബിൾ ഒഴിച്ച് ബാക്കി എല്ലാ ബൈബിളിലും ഈ കിങ്ഡം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ദ കിങ്ഡം തരുവാൻ, നമുക്ക് ദൈവം ഒരു പ്രത്യേകമായ ആ രാജ്യത്വം തരുവാൻ ദൈവം നമ്മെ കുറിച്ച് പ്രസാദിച്ചിരിക്കുന്നത്. അപ്പം രാജ്യമല്ല, എന്താ? രാജ്യത്വം. മറന്നു പോകരുത്, രാജ്യമല്ല, അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വിഷയമാണ്. രാജ്യം കൺട്രി അതല്ല, രാജ്യത്വം. അപ്പോൾ കിങ്ഡം തരുവാൻ ദൈവം നമുക്ക്. അപ്പം ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഇതിലെ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നതും, അല്ലേ, അതിൽ തന്നെ കിങ്ഡം തരുവാൻ, രാജ്യത്വം തരുവാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ പ്രസാദം കിട്ടിയ ആൾക്കാരാ.
ക്ഷേത്രത്തിലെ പ്രസാദമല്ല, ദൈവപ്രസാദം കിട്ടിയ ആൾക്കാരാണ് ഇരിക്കുന്ന ആൾക്കാർ, അല്ലേ? ഈ പറഞ്ഞ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവകാശമാക്കുന്ന എത്ര പേരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വാക്കുകൾ പിന്നീട് പഠിക്കും. അവകാശമാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ടത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതങ്ങനെയല്ല, അല്ലേ? അവിടെ പറയുന്നു കിങ്ഡം തരുവാൻ സാധിച്ചിരിക്കുന്നു. അവിടെ അതിന് ഒരുപാടുണ്ട്. രാജ്യം, രാജ്യത്വം, ഒക്കെ വാക്യം ശരിയൊക്കെ തന്നെയെങ്കിൽ പോലും ഒരുപാട് വാക്യം നല്ലതുണ്ട്. അപ്പോൾ കിങ്ഡം എന്ന് പറഞ്ഞാൽ കിങ് അത് എഴുതിയിട്ടുണ്ട് അവിടെ. കിങ് പ്ലസ് ഡൊമീനിയൻ. ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ വാഴ്ച. നമ്മൾ ആ ഒരു 5 കാര്യം പറഞ്ഞില്ലേ? എന്തൊക്കെയാ? സന്താനപുഷ്ടിയുടെ പെരുകി നിറഞ്ഞ അടക്കി വാഴുക. ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ വാഴ്ച, അല്ലേ? ആ വാഴ്ചയെക്കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ കിങ്ഡം എന്ന് പറയുന്നത് കിങ് പ്ലസ് ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ രാജാവ് പ്ലസ് വാഴ്ച. ഇത് രണ്ടും കൂടി ചേർന്നതിൻ്റെ പേരാ കിങ്ഡം. അയ്യോ, ഇംഗ്ലീഷ് സ്കൂളല്ല, അതിന് എനിക്ക് വട്ടം ആനമുട്ടയെ കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് സ്കൂളിൽ ഞാൻ ഇംഗ്ലീഷ് സാറല്ലേ, ഞാൻ ഉള്ളത് വെച്ച് പഠിപ്പിച്ച് പോരുക. അപ്പോൾ അതുകൊണ്ട് കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ് പ്ലസ് വാഴ്ച. കിങ്ഡം എന്ന് അവിടെ ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ വാഴ്ച. കിങ് പ്ലസ് ഡൊമീനിയൻ, രാജവാഴ്ച ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടിയ ഉൽപ്പത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും നഷ്ടപ്പെട്ടു പോയി നമുക്കെല്ലാവർക്കും. പിന്നീട് വാഴ്ച സാറ് നമുക്കില്ല. നോഹയോട് പറയുമ്പോൾ നിങ്ങൾ സന്താനപുഷ്ടികളെ പെരുകി നിറയൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത വാക്യം പറയുന്നുണ്ട്, അവയ്ക്ക് നിന്നോട് പേടിയായിരിക്കും, പക്ഷേ ഇന്നൊരു പേടിയൊന്നുമില്ല. നമ്മളെ പേടിപ്പിച്ചിട്ടാണ് പോണത്. വീടിൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ പട്ടികളാണ്. നമ്മൾക്ക് ഈ കണ്ണു കുട്ടി കാണുമ്പോൾ നമുക്ക് പലപ്പോഴും പേടിയാകുക. ഉള്ളിൽ നിന്നൊരു ആന്താ വരുന്നത് വേസ്റ്റ് കളയാൻ പോണ സമയത്താണ്. ഉള്ള കാര്യം പറഞ്ഞതാണ്. എന്തുവാകട്ടെ, അപ്പം അതുകൊണ്ട് ചെറിയ ആട്ടിൻകൂട്ടമേ, ഞാൻ നിങ്ങളോടും പറയാം, നമ്മോടും പറയാം കർത്താവ്, അല്ലേ? ചെറിയ എല്ലാവരും ഒന്നുമില്ല കേട്ടോ ഈ കൂട്ടത്തിൽ ആട്ടിൻകൂട്ടത്തിൽ കർത്താവ് വെളിയിടായിരിക്കുന്ന ഈ ആട്ടിൻകൂട്ടത്തിൽ അനേകം പേരുമില്ല. ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ, ചെറിയ ആട്ടിൻകൂട്ടമേ ഉള്ളൂ. ഇവിടെ കാണുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മെഗാ ചർച്ചുകളൊക്കെ ഇഷ്ടംപോലെ കാണും. പക്ഷേ കർത്താവ് പറയുക ചെറിയ ആട്ടിൻകൂട്ടം. അവൻ ഇടയനായിരുന്നു കൊണ്ട്, അല്ലേ? വലിയ ഇടയനായിരുന്നു കൊണ്ട് അവൻ പഠിപ്പിച്ച് അനുസരിച്ച് അവൻ്റെ പുറകെ നടക്കുന്ന ഒരു ചെറിയ ആട്ടിൻകൂട്ടം. അവരോട് കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യത്വം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രസാദം ഉണ്ടോ നിങ്ങൾക്ക്? ആ പ്രസാദം നിങ്ങൾക്കൊരു സന്തോഷമുണ്ടോ, അല്ലേ? അതൊക്കെയാണ് യഥാർത്ഥമായി നമുക്ക് നമ്മുടെ അകത്ത് സന്തോഷം വരേണ്ടത്. ഒരു അത്ഭുതം കാണുമ്പോഴോ, അല്ലേ? ഒരു സൗഖ്യം കിട്ടുമ്പോഴോ, ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴോ, ഒരു ബിസിനസ്സിൽ ഉയർച്ച കിട്ടുമ്പോഴോ, ഒരു 10 കാശ് കയ്യിൽ വരുമ്പോഴോ അല്ല. എപ്പോഴാ പ്രസാദം തോന്നുന്നത്? അവൻ എനിക്ക് വെച്ചിരിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാകുമ്പോഴാണ്. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ. അവൻ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ മരണമില്ലാത്ത നിത്യമായ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ വാഴ്ചകളും അധികാരങ്ങളും എന്താ പറയുക അവകാശങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമാകേണ്ടത്. അതാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്. അതിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, നമുക്കില്ല എന്നല്ല പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ വരുന്ന ദിവസങ്ങൾ എപ്പോഴും കർത്താവ് വലിച്ചപ്പോൾ നമ്മൾ പഠിക്കുവാനൊക്കെ നമുക്ക് എല്ലാം ഓൾറെഡി തന്നിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് തരുമെന്നല്ല. 2 പത്രോസ് 1:3 വാക്യം പറയുന്നു ഇങ്ങനെയാ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അല്ലേ? നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തരുമെന്നല്ല, ചർച്ച വന്നാൽ കിട്ടുമെന്നല്ല, പ്രാർത്ഥിച്ചാൽ കിട്ടും, തന്നിരിക്കുന്നു. എത്ര വാക്കാണെന്നറിയാമോ? അതൊക്കെ നമ്മൾ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ ജീവിതം പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വേസ്റ്റാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? ഒരു ജ്ഞാനമുണ്ടാകണം. നമ്മൾ പലതും ദൈവം നമ്മുടെ കൈ തന്നിട്ട്, മീൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അവകാശമാക്കി എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എത്ര നമ്മൾ ലജ്ജിപ്പിക്കുക കർത്താവിനെ കുറിച്ച്, അല്ലേ? നമ്മുടെ വാക്ക് പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് വേണ്ടുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഞെരങ്ങുക മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം പറയുന്നു. നമുക്ക് തുണയായി നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട് അവൻ പക്ഷപാതം പറയുക നമുക്ക് വേണ്ടി. നമുക്കറിയത്തില്ലല്ലോ, കാരണം നമുക്ക് നമ്മുടെ അവകാശത്തെക്കുറിച്ചും വാഗ്ദത്തെക്കുറിച്ചും നമുക്കറിയില്ല. നമുക്ക് മുഴുവനും ഈ ലോകത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ഹൃദയം കേട്ടത് മുഴുവനും ഈ ലോകം തരാമെന്ന്. അതാരാ? അത് മറ്റൊരു സുവിശേഷമാണ്, മറ്റൊരു യേശുവാണ്, അത് മറ്റൊരു ആത്മാവാണെന്ന കാര്യം മറന്നു പോകരുത്. ഉണ്ടോ? എന്തുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും വ്യാപരിച്ച വൈറസാ സമൃദ്ധിയുടെ സുവിശേഷം? ഫുൾ എന്താ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? പ്രോസ്പെരിറ്റി ഗോസ്പൽ എങ്ങനെ വ്യാപരിച്ച് നോക്കിയേ? ലോകം മുഴുവനും പടന്ന് ഈ സിംഗപ്പൂരത്ത് എന്താ പറയുക ജോസഫ് പ്രിൻസ് തുടങ്ങി വെച്ച പരിപാടി ലോകം മുഴുവനും വ്യാപരിച്ച് വൈറസായി ഇന്ന് കേരളത്തിൻ്റെ 3/4
എന്താ പറയുക, നല്ലൊരു ശതമാനം ഇതിനെ പറയാൻ പോയി. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ ഈ മോഹങ്ങളായതുകൊണ്ടാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പിശാച് പൊക്കിയെടുത്ത് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. ദൈവം അനുവദിച്ചു. പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ സമുദ്ര സുവിശേഷം. ഈ ലോകത്തിലെ ദൈവജനത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാവർക്കും ഇല്ല അല്ലേ, വളരെ ഒന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാർക്കൊക്കെ അത് ഇടർച്ചയായി മാറി. സത്യമായ വാചകമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. പക്ഷേ നമ്മുടെ ഹൃദയം അവിടെ ആയതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് മാറിപ്പോകും, നമ്മൾ വിട്ടു മാറിപ്പോകും. നമ്മളെ വിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രമാത്രം എന്താ പറയുക ദുരുപദേശങ്ങൾ വരാൻ കാരണം നമ്മുടെ അകത്തെ മോഹങ്ങളാണ്. അതല്ല, ഇതായിരിക്കണം മോഹങ്ങൾ. മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹമായിരിക്കണം എൻ്റെ നിങ്ങളുടെ അകത്ത്. ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകുന്നില്ല നാളെ. കാരണം നമ്മുടെ മോഹത്തിന് അതിരുകളില്ല, അവസാനവും ഇല്ല. എത്ര കിട്ടിയാലും പറയും പോരാ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ഒരിക്കലും ഇതിനകത്ത് ഒരു എന്താ പറയുക അന്തമില്ല മോഹങ്ങൾക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയ കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുക. നിങ്ങൾ അറിയുമ്പോൾ അവകാശമാക്കി എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവം കാറും വീടും എല്ലാം നമുക്ക് തരുമോ. ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ സമൃദ്ധമായി അനുഭവിക്കാൻ കഴിയും. 5-ാം അധ്യായത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5-ാം അധ്യായത്തിലോ 6-ാം അധ്യായത്തിലോ 1 തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് സമൃദ്ധം. എന്താ അത് ധനവാന്മാരോട് പറയുന്ന വാക്യം എന്താ? ധനവാന്മാരോട് പറയുന്നില്ലേ? 1 തിമോഥെയോസ് ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം അധ്യായം ലാസ്റ്റ് വാക്യം ബൈബിളിലെ ആ പുസ്തകത്തിൽ അവസാന വാക്യം പറയുന്നു സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തെ പ്രത്യാശ വെക്കുക. അങ്ങനെയല്ലേ നിങ്ങളുടെ ബൈബിളിൽ? ആണോ? ഹായ്, എത്രാമത്തെ അധ്യായത്തിലാണ്? 5-ാം അധ്യായോ 6-ാം അധ്യായോ ലാസ്റ്റ് അവസാനത്തേക്ക് വരുമ്പോൾ സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ ധനവാന്മാരെ എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു ചോദിക്കുന്നത്. വേണ്ട, ഇനി എല്ലാം കൂടെ അങ്ങോട്ട് പോയി. ഇനി ഇപ്പോൾ ഈ തിരിച്ചിതിലേക്ക് കൊണ്ടുവരെ പണിയാം. ബാക്കി വായിച്ചാൽ മതി. 1 തിമോഥെയോസ് ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. അത്ര നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ കർത്താവ് നമ്മെക്കുറിച്ച് പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? രാജ്യത്വം തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്വം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഈ ജീവനമാർഗ്ഗമല്ല, അവിടെ വാക്യമുണ്ട്, ഈ ദൈവരാജ്യത്തിനകത്ത് ജീവനമാർഗ്ഗമല്ല ദൈവജീവനെ പ്രാപിക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് വാഴുവാനുള്ള അധികാരങ്ങൾ നമുക്ക് നൽകുന്നത്. അത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെളിപ്പാട് 1:6 പറയുന്നു വിശ്വസ സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും രാജാക്കന്മാർക്ക് അധിപതിയും ആ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം നോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവനെ എന്നേക്കും മഹത്വം. ദൈവം നമ്മെ വിളിച്ചത് ഈ വാക്യം പാട്ട് പഠിച്ചിട്ടുണ്ട്. രാജാക്കന്മാരായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുക വാഴുവാൻ വേണ്ടി. ഓക്കെ, വിട്ടുപോകുന്നു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. നമ്മൾ വിട്ടുപോകുന്നു. വെളിപ്പാട് 2:26 അറിയാം. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ നിങ്ങൾക്കും അധികാരം തരും എന്ന കാര്യം മറന്നു പോകരുത്. തുയദൈവ സഭയോട് പറഞ്ഞ വാക്യമാണ്. വെളിപ്പാട് 3:21 ഞാൻ എന്നോടുകൂടെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. കർത്താവ് നമ്മൾ പറഞ്ഞ വാക്യം, നമ്മൾ വായിച്ച വാക്യങ്ങൾ വിട്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ വാഴ്ചയിലേക്ക് ആ വാഴ്ചയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞത് രാജ്യത്വമാണ്, മറന്നു പോകരുത്. നമുക്ക് തോന്നിയ പഠിപ്പുമില്ല, വിദ്യാഭ്യാസമില്ല, 2 വാക്ക് ഉച്ചരിക്കാൻ പോലും നമുക്കറിയത്തില്ല അല്ലേ? ഒരു വചനം കൂട്ടി വായിക്കാൻ പോലും നമുക്കറിയത്തില്ല. നോക്കിയേ, കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെ യോഗ്യനാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ പക്കലുണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവിടെ നിൽക്കുക. നമുക്കൊന്നുമില്ല, ശരി തന്നെയാണ്. ഞാൻ പറയാം, ഒരു വാക്ക് പറഞ്ഞാൽ 10 വിക്കാ. എനിക്ക് പഴയ വിക്കലാണ് ഞാനൊക്കെ. മുഖത്തോട് നമുക്ക് സംസാരിക്കാൻ പോലും നമുക്കറിയാത്ത ആൾക്കാരാണ്. പക്ഷേ ഒരു ഉറപ്പുണ്ട്, വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതാണ് എന്നെ ഒരു അധികാരിയാക്കി, ഒരു രാജാവാക്കി നിർത്തുവാൻ തക്കവണ്ണം വാഴുവാനുള്ള അവൻ തരുമെന്നുള്ളത് അവനിലുള്ള എൻ്റെ വിശ്വാസവും അവൻ്റെ വിശ്വസ്തതയുമാണ്. അവൻ വിശ്വസ്തനാണ്, വാക്ക് മാറുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ആയുസ് വിട്. നമ്മൾ ഈ കാണുന്ന ഇട്ടാവട്ടത്തിൽ നമ്മുടെ കുടുംബവും പ്രശ്നങ്ങളും പ്രാരാബ്ധവും ജോലി തിരക്കും കല്യാണവും അല്ലേ, ജോലിയിലെ പ്രമോഷനും വീട് പൂർത്തിയാക്കാനുള്ള ലോണൊക്കെ, ഇതൊക്കെ നമ്മുടെ വിഷയം. ഇതൊക്കെ വിട്. ഇതൊക്കെ അന്വേഷിക്കാൻ ആരാ പറഞ്ഞത്? ഏത് ബൈബിളിലാണ് അന്വേഷിക്കാൻ പറയുന്നത്? ഞാൻ 100-100 ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, പല വേർഷനിലായിട്ട്. ഒരു ബൈബിൾ ഞാൻ കണ്ടിട്ടില്ല. ഒന്നും മിണ്ടില്ല നിങ്ങൾ. നമ്മൾ പ്രാർത്ഥന വിഷയമൊക്കെ എഴുതി വെച്ച് അല്ലേ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ഏത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? അന്വേഷിക്കുവാനായിട്ട് അതൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഏത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്?
പക്ഷേ അവൻ്റെ അവകാശത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചറിയുമ്പോൾ, അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ, അവൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരുമ്പോൾ ഇതൊക്കെ എൻ്റെ പുറകെ വരുമെന്ന് എനിക്കറിയാം. ഞാൻ പഠിച്ചതല്ല ആ ബൈബിളാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വേണ്ടെന്നോ പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല. പ്രാർത്ഥിച്ചോ, നല്ല കാര്യമാണ്, എല്ലാത്തിനും പ്രാർത്ഥിക്കണം അല്ലേ. ഒരു മീൻ മേടിക്കാൻ എപ്പോഴും പറയും, മീൻ മേടിക്കാൻ പോയാലും ഒന്ന് നല്ല കാര്യമാണ്. നമ്മുടെ എളിമയാണ്, നമ്മുടെ താഴ്മയാണ്, എല്ലാത്തിൻ്റെയും ഓണർ ദൈവമാണെന്ന് നമ്മൾ പറയുക. എൻ്റെ ഓണർ ആരാ? എൻ്റെ സമ്പത്ത്, എൻ്റെ വണ്ടി, എൻ്റെ വാഹനം. ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നീയാ ഉടമസ്ഥൻ. അതുകൊണ്ട് പറയാൻ വേണ്ടി നമ്മളെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ അത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിനക്ക്, കാരണം എൻ്റെ മുഴുവനും നിൻ്റെ മേലിരിക്കുന്നു, എൻ്റെ അവകാശം മുഴുവനും അല്ലേ, എൻ്റെ മുഴുവനും നീയാണ്, എൻ്റെ കയ്യിലുള്ളത് മുഴുവനും നിൻ്റെതാണ് എന്ന് നമ്മൾ എന്നത്തിന് പറഞ്ഞ് പഠിപ്പിക്കുക. അല്ലാതെ പ്രാർത്ഥന ദൈവത്തിന് വലിയ കിട്ടാൻ വേണ്ടിയില്ല. പ്രാർത്ഥിച്ചാലേ ഞാൻ കൊടുക്കും ഒന്നുമല്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്, അങ്ങനല്ലേ അല്ലേ? പ്രാർത്ഥിച്ചാലും നമ്മുടെ കൂടെയുണ്ട് കർത്താവ്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, കർത്താവേ ഞാനൊന്നുമല്ല, അവനാണ് എല്ലാം എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെയല്ല നിങ്ങളും. അവൻ വിശ്വസനാ. അവൻ നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ പലപ്പോഴും ഇവിടെ കയറി നിൽക്കുമ്പോൾ, ആ ജിജുഭാഷ പറഞ്ഞല്ലേ, കയറി നിൽക്കുമ്പോൾ വായിക്കൂടെ ഒഴിവ് വചനം കേട്ട് നമ്മൾ തന്നെ കിടക്കിപ്പോവും. കിടക്കുന്നത് ചിലപ്പോൾ ഒരു വിഷയമില്ലേ, വേറെ എന്തെങ്കിലും ചിന്തകളായി പ്രശ്നത്തിൽ കിടക്കുക. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തനായി ഇരുന്നാൽ മാത്രം മതി. അതിനാണ് ഈ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ എന്ന് പറയുന്നത്. മത്തായി 24:13 പറയുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം അല്ലേ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷിയായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം. അപ്പോൾ ഏത് സുവിശേഷമാണ് അത്? നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, അതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ വായിച്ചതാ. ഓക്കെ, ഇതൊക്കെ നമ്മൾ വായിച്ച കാര്യമാണ്. എബ്രായർ 12:28 പറയുന്നു, എബ്രായർ 12:28, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുകയല്ലേ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഒരു മനോഹരമായ ഇളകാത്ത രാജ്യം വരുന്നു അല്ലേ. അതിലേക്കാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? ഭക്തിയോടും ഭയത്തോടും കൂടി ആയിരിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുമ്പോഴും, എന്ത് ആരംഭിക്കുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും, ഒരു ദിവസം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കർത്താവെ എന്ന് വിളിച്ച് അവസാനിപ്പിക്കുന്നത്. കാരണം അറിയാമോ? ഭയം. കാരണം എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അങ്ങ് മാത്രമാണ്. അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ വസ്തുവകളുടെയും എൻ്റെ ജോലിയുടെയും എൻ്റെ സമ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അവനാണ്. അല്ലാതെ 90% അടിച്ചു മാറ്റിയിട്ട് 10% കൊടുത്ത് കബളിപ്പിക്കുന്ന പരിപാടിയല്ല കിങ്ഡം മിനിസ്ട്രി എന്ന് പറയുന്നത്. അല്ലെ, കിങ്ഡം വചനം എന്ന് പറയുന്നത് അല്ലേ, മാസം 1,00,000 ശമ്പളം കിട്ടി, അത് 10,000 രൂപ കർത്താവിന് കൊടുത്ത ഭാഗ്യം അല്ലേ. 10,000 കൊണ്ട് ദശാംശം കൊടുത്ത് ബാക്കി 90 എൻ്റെയാണെന്ന് പറയുന്ന തല്ലിപ്പൊളി ഉപദേശം അല്ലേ ഇത്. ദൈവരാജ്യത്തിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ മുഴുവനും ഓണർ അവൻ തന്നെയാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെ ഓണർ അവൻ, യേശു കർത്താവ് മാത്രമാണ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. മറ്റതൊക്കെ എവിടെയോ കടന്നുകൂടി വന്ന ദുരുപദേശങ്ങളിൽപ്പെട്ട കാര്യങ്ങളല്ലേ. എന്തുമാകട്ടെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. 2 പത്രോസ് 1:11 പറയുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും അല്ലേ. എങ്ങനെ ചെയ്താലാ? ഒരുപാട് കാര്യങ്ങൾ. 1-ാം വാക്യം മുതൽ അതിൻ്റെ 10-ാം വാക്യം ഒരുപാട് കാര്യങ്ങൾ. ഇത് എന്തൊക്കെയാ? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ് സെയിം വന്നിരിക്കുക. കർത്താവ് നമുക്ക് രാജ്യത്ത് തരാൻ വേണ്ടി വിളിച്ചത്, മറന്നു പോകരുത്. വാക്യം എന്താ? ലൂക്കോസ് 12:32 വായിച്ചില്ലേ? ദൈവം നമുക്ക് കിങ്ഡം തരുവാൻ പ്രസാദിച്ചിരിക്കും നമ്മുടെ പിതാവ്. അതുകൊണ്ട് പറയുക, യേശുക്രിസ്തുവിനെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുവാൻ കുറേ കാര്യങ്ങൾ 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കുക എപ്പോഴും വേറെ ഏതെങ്കിലും വിഷയത്തിൽ സമ്പത്തിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. അപ്പോൾ നമ്മുടെ വിശ്വാസമൊന്നുമല്ല, നമുക്ക് ദാനമായി കിട്ടിയ കാര്യമാണ് അതൊക്കെ. എന്നിട്ട് പറയാം, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് ചുമ്മാ കിട്ടുന്നതല്ല, എല്ലാം നമ്മുടെ അക്കൗണ്ടിലുണ്ട്. നമുക്ക് എന്തൊക്കെ വേണം മുഴുവൻ അക്കൗണ്ടിലുണ്ട്. പക്ഷേ അവൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനം ഒന്നറിയണം, അവൻ്റെ ദിവ്യശക്തിയെക്കുറിച്ച് അറിയണം. അതൊക്കെയാണ് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ?
ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട്, നമുക്കതിനെക്കുറിച്ച്. ദൈവരാജ്യം കാണാൻ കഴിയും, കടക്കാൻ കഴിയും, അവകാശമാക്കി. എങ്ങനെയാണ് അവകാശമാക്കുന്നത്? ഇതൊക്കെ അതിനകത്തുണ്ട്. എൻ്റെയും നിങ്ങൾക്കും ഈ ഭൂമിയിൽ പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. ഞാൻ ഒന്നാമത്തെ കുടുംബത്തിൽ ജനിച്ചത്. എൻ്റെ ഒന്നുമില്ല, ഒന്നും വേണ്ട. ഈ ഒറ്റ പരിജ്ഞാനം മാത്രം മതി നമ്മൾ ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ജീവിക്കാൻ വേണ്ടി. ഞാൻ പറയാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്നറിയാമോ? തൻ്റെ മഹത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത്? കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ, അല്ലേ? പണ്ടായിരുന്ന പോലെയാണ് ഇപ്പോൾ ആകുന്നത്. ഇപ്പോൾ ബൈബിൾ ക്ലാസ് ഞാൻ ചോദിക്കുക കാട്, ഈ ബൈബിൾ ക്ലാസ് കേട്ടിട്ട് വല്ല മാറ്റമുണ്ടോ നമുക്ക്? എന്തുകൊണ്ട് മാറി? നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന ആളുടെ ഗുണമോ, അല്ലേ? ഇവിടെ AC ഇരിക്കുന്ന ഗുണമോ, ഇവിടുത്തെ കഴിയുമ്പോഴുള്ള ഭക്ഷണത്തിലെ ഗുണമോ അല്ലത്. എന്താണെന്നറിയാമോ? അവൻ്റെ പരിജ്ഞാനമാണ് നിങ്ങൾ പ്രാപിക്കുന്നത്. ആ പരിജ്ഞാനം നിങ്ങൾ അതിലേക്ക് നയിച്ചുകൊണ്ട് പോകുക, ഈ സകല അവകാശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക. അതുകൊണ്ട് പറയുക, ജീവനും ഭക്തിക്കും ആവശ്യമാവുകയും ഫ്രീ ആയി ഇതിനകത്ത്, ദൈവരാഗത്തിനകത്ത് ഫ്രീയാണ്. പക്ഷേ ചെയ്യേണ്ടതുപോലെ ഒരു ഓർഡറുണ്ട്. അത് വിട്ടുപോയ പരിപാടി കിട്ടത്തില്ല. അത് എത്ര വർഷം, 40, 50, 60 വർഷം നമ്മൾ കടന്ന് ഈ എഴുതി വെച്ച് പ്രാർത്ഥിച്ച്, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച്, പേപ്പറിൽ ഇങ്ങനെ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല നമുക്ക്. അതിനുള്ള റൂട്ട്, അല്ലേ? 1+1=2 ഉണ്ട്, അല്ലേ? ഈ 1 ഇട്ടിട്ട് ഇപ്പുറത്ത് 1 ഇട്ടിട്ട് = 2 ഇടാൻ പറ്റുമോ? ഇല്ല. അത് 11 വായിക്കത്തുള്ളൂ. അതിനിടയിൽ പ്ലസ് വരണം. ആ റൂട്ടുണ്ട്. A-² എന്നൊക്കെ എന്തൊക്കെയോ പണ്ട് പഠിച്ചത്, അല്ലേ? A+B² എന്നൊക്കെ പറയുന്ന ഇത് ഒരു റൂട്ട് ഇതുണ്ട്. ഇത് അതാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് അതുപ്രകാരം ആ കിങ്ഡം ഫൗണ്ടേഷനിലേക്ക് വരുമ്പോഴാണ് നമുക്കിതൊക്കെ അവകാശമാക്കുന്നത്. നമുക്ക് കർത്താവ് പറഞ്ഞ സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ പ്രത്യാശ വെക്കുവിൻ. ഇത് ചുമ്മാ എഴുതി വെച്ചതല്ലേ ഇതൊക്കെ? ഓക്കെ, എന്തുമാകട്ടെ. എന്നിട്ട് പറയുക, എവയാൽ മോളി പറഞ്ഞത് നമ്മുടെ വിഷയം അതല്ല, അത് വിട്ടുപോകുക. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വം, ഇവിടുത്തെ കാര്യമൊന്നുമല്ല, അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അവയാൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കൺഫ്യൂഷൻ കേൾക്കുന്നുണ്ട്. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്തുള്ള നാശം വിട്ടുപറഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടുകളെ തിരുവഴിയിട വരുന്നു. അത് നിമിത്തം ഇതുണ്ടല്ലേ, ഇവയാൽ അത് നിമിത്തം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനത്തെ ചെറിയൊരു വാക്കുകളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ വട്ടമിട്ട് പഠിച്ചാൽ എല്ലാ വെളിപ്പാടും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എന്നിട്ട് പറയുക, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവം കഴിച്ച്, ഉത്സാഹമൊക്കെ ഉണ്ട് ഇതിന്, അല്ലേ? ഇത് എല്ലാത്തിനേക്കാളൊരു ഉത്സാഹമാണ്. എന്നിട്ട് പറയുക, നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും. ഇല്ലെങ്കിൽ കണ്ണൊക്കെ എപ്പോഴും, അല്ലേ? കണ്ണൊക്കെ റോട്ടിൽ കൂടി പോയ അപ്പുറത്തെ കടയിലും അവിടെ ഷർട്ട് പാൻറ്റ് കിടക്കുന്നതും, അല്ലേ? ആ ചുരിദാറിൻ്റെ അതൊക്കെ പറഞ്ഞു കളയുന്നല്ലേ? ആ കടയുടെ പോയപ്പോൾ ഇവിടെ കടയുണ്ടല്ലോ മാക്സ്, ഒരു നല്ല വീക്കട്ട്, നല്ല ഉഗ്രം വീക്കട്ട് എന്നൊക്കെ പറഞ്ഞു കളയും നമ്മൾ. അപ്പോൾ നമ്മൾ കാരണം ഇതൊക്കെ ഇന്ദ്രിയ ചെയ്യാൻ നമുക്കില്ല. ഇതൊക്കെ പ്രാപിക്കുന്നത് ഓർഡർ ഉണ്ടോ? എങ്ങനെയാണ് ഓർഡർ വന്നിരിക്കണ്ടേ? കുറേ ഓർഡറുണ്ട്. നമ്മുടെ വിഷയം അതല്ലത്തോട് വിട്ടുപോകുക കേട്ടോ. ഓർഡർ പ്രകാരം വരികയാണ്. ഇന്ദ്രിയം കുറേ കഴിഞ്ഞ് കിടക്കുക. എന്നിട്ട് പറയുന്നു, സ്ഥിരതയോടുകൂടി ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും. ഈ വാക്യം പഠിക്കുമ്പോൾ എല്ലാത്തിനും ഒടുവിലാ സ്നേഹം വരുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആദ്യം സ്നേഹം കിടക്കുക. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നോ, അപ്പോൾ നമ്മൾ പേടിയാ. ഇതും അതുകൊണ്ട് കേൾക്കുമ്പോൾ പേടിയാകും. ഇതിൻ്റെയൊക്കെ ഒടുവിൽ സ്നേഹം വരുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ ആദ്യം സ്നേഹം കിടക്കുക. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം എന്തൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് എന്തോരം കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊതുങ്ങാത്ത കാലം ഇന്ദ്രിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒടുവിൽ ആ സ്നേഹം വരുന്നത്. പക്ഷേ ആത്മാവിൻ്റെ ഫലത്തിലേക്ക് വരുമ്പോൾ നോക്കിയേ, അവിടെ ആദ്യം തന്നെ സ്നേഹമാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മളെക്കൊണ്ട് കഴിയുമാറാക്കുന്ന ഒരുത്തൻ നമ്മുടെ അകത്തുണ്ട്. ഞാൻ അത് പറയാൻ വേണ്ടി ജസ്റ്റ് വിട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവ നിങ്ങൾക്കായി വർദ്ധിച്ചു വരുന്നു എങ്കിൽ, കണ്ട വീണ്ടും വാക്ക്, എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച്, അവിടെ പരിജ്ഞാനമാണ്. ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലമരമായിരിക്കില്ല, അവയില്ലാത്തവനോ കുരുടനത്രേ അവൻ ക്രിസ്തു ദൃഷ്ടിയിലെ ഷോർട്ട് സൈറ്റ്, അടുത്തുള്ള ലോകത്തിലെ നന്മകൾ മാത്രം, ലോകത്തിലെ കാര്യങ്ങൾ മാത്രം കണ്ടു. ലോങ് ദൃഷ്ടിയില്ല, ലോങ് സൈറ്റ് ഇല്ല. ഇതിനപ്പുറമുള്ള, ആകാശത്തിനപ്പുറമുള്ള കാര്യങ്ങൾ അവന് കാണുവാൻ ഷോർട്ട് സൈറ്റ്. ഇങ്ങനെ അല്ലെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ? കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ കീർക്കി പിടിച്ച് നോക്കണം, എന്നെ പോലെ ആൾക്കാരല്ലേ. ആ ഷോർട്ട് സൈറ്റൊക്കെ കാണാൻ പറ്റുന്നില്ല. മറ്റത് ലോങ് സൈറ്റ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്തുവാകട്ടെ, എന്നിട്ട് പറയും, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുകളയും. പലപ്പോഴും നമുക്ക് കർത്താവ് നമ്മെ വിളിച്ചതാ, നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശി മരിച്ചതാ. കുറേ കഴിയുമ്പോണ്ടല്ലോ, കുറേയൊക്കെ അന്യഭാഷയൊക്കെ വായിച്ച് വായിലൊക്കെ വന്നു കഴിയുമ്പോൾ 2 പ്രവചനമൊക്കെ വായിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും വലിയ കാര്യമില്ല.
ക്രൂശിൽ നമുക്ക് വേണ്ടി പാപത്തിൽ വേണ്ടി മറിച്ച കർത്താവ് നമുക്ക് വലിയ വലിയ കാര്യമൊന്നും ആകത്തില്ലെന്നേ. അതുകൊണ്ടാണ് മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണമൊക്കെ പിന്നെ വിട്ട് പിന്നെ നമ്മൾ വലിയ പുള്ളികളായി നമുക്ക് അത് പറയാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം തിരഞ്ഞെടുപ്പിൻ. ഈ വിളിയും തിരഞ്ഞെടുപ്പും എങ്ങോട്ടുള്ള വിളിയെക്കുറിച്ചൊക്കെ പറയുന്നത് കൃപാവരത്തിലെ വിളിയല്ല, സഭയിലേക്കുള്ള വിളിയല്ല, അത് വേറെ വിളിയുണ്ട്, ഒരുപാട് വിളിയുണ്ട്. ദൈവം നമുക്ക് പിതാവാം ദൈവം വിളിക്കുന്ന വിളിയുണ്ട്, യേശു നമ്മെ വിളിക്കുന്ന വിളിയുണ്ട്, ഒരുപാട് വിളികളുണ്ട്. ഇത് പിതാവിൻ്റെ വിളിയാ, സ്വർഗീയ വിളിക്ക് തൊട്ടുമോളി വായിച്ച മുഴുവനൊക്കെ അതിലേക്കാ. എന്നിട്ടാ പറയണം ഇങ്ങനെ ചെയ്താൽ. എങ്ങനെ ചെയ്താലാ? നമ്മളെ കയ്യിലൊതുക്കാത്ത കാര്യങ്ങളാണ് മുഴുവൻ വായിച്ച് കേട്ടതല്ലേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങളൊരു നാളും ഇടറിപ്പോകാതെ സകലവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. എറ്റേണൽ കിങ്ഡം, നിത്യരാജ്യം. 3 രാജ്യമുണ്ട്. സ്പിരിച്വൽ പഠിക്കാൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്പമായിട്ട്. സ്പിരിച്വൽ കിങ്ഡം, കാണത്തക്കവണ്ണമുള്ള ലിറ്ററൽ ദൈവരാജ്യം. ഇത് നിത്യമായ രാജ്യം. ഏതാണ്? എറ്റേണൽ കിങ്ഡം, പിതാവിൻ്റെ രാജ്യം എന്നൊക്കെ പറയും. അതിലേക്ക് ധാരാളമായി നമുക്ക് പ്രവേശനം ലഭിക്കും. ആണോ ഇല്ലയോ? ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾക്ക്? ബോറടിച്ച് കേട്ടിട്ടത് എപ്പോൾ നോക്കി ഇതിനെക്കുറിച്ച് അല്ലേ? അതുകൊണ്ട് കൊലോസ്യർ 1:13 പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യം അല്ലേ, അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യേണ്ടവരാകണം. ഓക്കെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കർത്താവ് നമ്മെ വിളിച്ചത് ഈ വാഴുവാൻ വേണ്ടിയാണ് കാര്യമല്ലേ. ഞാനിപ്പോൾ അടുത്തത് ഇതിനെക്കുറിച്ചാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കർത്താവ് നമ്മെ വിളിച്ചത് വാഴ്ച. ഇപ്പം നമ്മൾ പഠിച്ചത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആയുസ്സിൽ അടക്കുന്നു അല്ലേ. ഇനിയുള്ളത് വാഴുക. ഡൊമിനി എന്ന് പറഞ്ഞ വാക്ക്, രാധ എന്ന വാക്ക്, വാഴുക. അവിടെയാണ് പണ്ട് നമ്മൾ പഠിച്ച കൊറോണേഷൻ്റെ ക്ലാസ് പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ക്ലാസ് താഴെ പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, ഇവിടെ മാത്രം പഠിച്ചത്. ആ ക്ലാസ്സൊക്കെ വരുന്നത് ഇതിനോടുള്ള ബന്ധത്തില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടും. ചിലപ്പോൾ അടുത്ത ആഴ്ച കൂടി വേണ്ടി വരും. എന്നാലും ക്ലാസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാതെ വിട്ടുപോയ കാര്യങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുകൂടി കേട്ടതുകൊണ്ട് റിപ്പീറ്റേഷൻ വന്നുകൊണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എത്ര കേട്ടാലും മതിയാകത്തില്ല. ചില വചനങ്ങളൊക്കെ 1000 പ്രാവശ്യവും ഞാൻ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്കിന്നും കൊതി മാറിയിട്ടില്ല. ചെറിയ ആട്ടിൻകൂട്ടമേന്ന് കേൾക്കുമ്പോൾ ചെവിക്കകത്ത് കുത്താകരിക്കും അല്ലേ. ആ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ വന്ന് നിൽക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുമാകട്ടെ, എൻ്റെ കൊറോണേഷൻ്റെ എന്ന ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. അതുള്ള ബന്ധത്തിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ആവശ്യമുള്ളത് മാത്രം പഠിക്കുന്നു. കർത്താവ് നമ്മെ വിളിച്ചത് വാഴുവാൻ വേണ്ടി കാര്യം മറന്നു പോകരുത്, രാജാവായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാം നമ്മളിവിടെ പഠിക്കുന്ന ഏത് വിഷയങ്ങളും എല്ലാം ഒന്നിനോടൊന്ന് പൂരിതങ്ങളാണ് അതല്ലേ, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുക. ഒരു മാലിൽ കോർത്ത ഒരു മുത്തുപോലെയാണ് ഇവിടുത്തെ ഏത് ക്ലാസ് എടുത്താൽ. സമ്പത്തും ദൈവരാജ്യവും എടുത്ത് പഠിച്ചാലും ഈ സുവിശേഷം എടുത്ത് പഠിച്ചാലും അല്ലേ, ഏത് ക്ലാസ് എടുത്ത് പഠിച്ചാലും ഒന്നൊന്നിനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമയത്തെക്കുറിച്ച് പഠിച്ചാലും ദർശനത്തെക്കുറിച്ച് പഠിച്ചാലും ഒന്നും ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സും വ്യത്യസ്തമായി നമുക്ക് അയ്യോ ഇതെന്താ അങ്ങനെ കേട്ടത് വ്യത്യസ്തമാണ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് തോന്നത്തില്ല. ഇതെല്ലാം ഒന്നിനോടൊന്ന് ചേർന്ന്, കാരണം ഒറ്റ ഫൗണ്ടേഷൻ ദൈവരാജ്യത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. ദൈവം നമ്മെ വിളിച്ചത് രാജാക്കന്മാരായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരുന്നത്. ഓടിച്ച് വിട്ടേക്കാം. അപ്പോൾ കേൾക്കാത്ത ആൾക്കാർ, ഇതിൽ കുറേ ആൾക്കാർ കേൾക്കാത്ത ആൾക്കാരുണ്ട്, അവർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ലബോദക്ക സഭയോട് കർത്താവ് പറയുന്നുണ്ട് വെളിപ്പാട് ദിവസം 3:21, എന്താ? ജയിക്കുന്നവർ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ അല്ലേ. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചത് പുതിയ ഭൂമിയിലേക്ക് എന്നൊക്കെ ഒരു ഉപദേശമുണ്ട്. പുതിയ ഭൂമിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചതെന്നൊക്കെ ഒരു ഉപദേശം, ഇഷ്ടംപോലെ ഉപദേശം ഭൂമിയിലുണ്ട്. പുതിയ ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്, അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. നമ്മൾ ദൈവം വിളിച്ചത് പുതിയ ഭൂമിയിലേക്കല്ല. പുതിയ ഭൂമിയുണ്ട്, ഉള്ള കാര്യമുണ്ട്. അവിടെ വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, പുതിയ ഭൂമിയിൽ അവിടെ മലയാളത്തിൽ ഇങ്ങനെ ജാതികൾ ഒരു ജീവൌഷധത്തിന് ഇല കഴിച്ച് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ ജാതികളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ നിത്യരാജ്യത്തിൽ ചെല്ലുമ്പോൾ സ്പിരിച്വൽ കിങ്ഡം അല്ല, ലിറ്ററൽ കിങ്ഡം അല്ല, എറ്റേണൽ കിങ്ഡം, ആ നിത്യരാജ്യത്തിൽ പിതാവിൻ്റെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ ജാതികളുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും മലയാളം ബൈബിൾ വായിച്ചാൽ. അങ്ങനെ ദേ ആർ സേവ്ഡ് പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത്, മൂലഭാഷ കിടക്കുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ അങ്ങനെയുള്ള പല കാറ്റഗറിക്കാർ, ഒരുപാട് കാറ്റഗറിക്കാർ നിങ്ങൾക്ക് നോക്കിയോ, ഇന്ന് കറുത്ത വർഗ്ഗക്കാരുണ്ട്, വെളുത്ത വർഗ്ഗക്കാരുണ്ട്, എന്നെപ്പോലെ ഇരുനിറക്കാരുണ്ട് അല്ലേ.
ഇച്ചിരി കറുപ്പുണ്ട് ആൾക്കാരുണ്ട്, നല്ല കട്ടക്കറുപ്പായ ആൾക്കാരുണ്ട് അല്ലേ. അല്ലേ, ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യ അവിടെ എന്താ പറയുക, ആഫ്രിക്കയിലെ പോയ കട്ടക്കറുപ്പ് അവർക്കൊക്കെ അല്ലേ. വെളുത്ത് തുടുത്തിരിക്കുന്ന ചോര തൊട്ട് വരുന്ന എന്താ സായിപ്പന്മാരുണ്ട്, മതമാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടല്ലേ. ഇല്ലേ? ആ ഉണ്ട്. കർത്താവ് എന്താ അങ്ങനെയൊക്കെ ചെയ്യുമോ ദൈവം? ചിലവരെ ഒന്നിനും കാണാൻ കട്ടക്കറുപ്പായിട്ടുണ്ടെങ്കിൽ ഈ ആഫ്രിക്കക്കാരെ പോലത്തെ ആൾക്കാർ, ചിലർ വെളുത്ത് സുന്ദരന്മാരായിരിക്കുന്ന യൂറോപ്പിൽ മറ്റേ സായിപ്പന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം അത്ര എന്താ പറയുക, അത്ര എന്താ പറയുക അല്ലേ, ഒന്നുമല്ല. ഇതൊക്കെ നമുക്കൊരു പഠിക്കാനുള്ള വിഷയമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി അവന് കാര്യങ്ങൾ ആരായുന്നത് വായിച്ച ഓർമ്മയുണ്ടോ? എന്ത് ചോദിക്കുന്ന വ്യക്തിയാണ് ഈ സായിപ്പും ഈ കറുത്തവനും വെളുത്തവനൊക്കെ അവിടെ കാണും. എവിടെയാ? നിത്യരാജ്യത്തിൽ, നശിക്കാത്ത മനോഹരമായ രാജ്യത്തിൽ. പക്ഷേ ഈ കാണുന്ന കാര്യമല്ല കാണാൻ പോകുന്നത്. ഇതൊക്കെ തേസിൻ്റെ വ്യത്യാസങ്ങളാണ്. നീ പള്ളിയുടെ പഠിക്കുക നമ്മളതിനെക്കുറിച്ച്. ഇതൊക്കെ ദൈവം നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുക. ഇതൊക്കെ ഓർക്കുമ്പോൾ നീ കറുത്തവനാ മാറിയിരിക്കുന്ന, നീ വെളുത്തവൻ കയറിയിരിക്കുന്ന ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് പഠിക്കുവാൻ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. ഗ്രഹിച്ചോ ഇല്ലയോ? അപ്പം അതുകൊണ്ട് പുതിയ ഭൂമിക്ക് ഒക്കെ ശരി തന്നെയാണ്, എല്ലാം അവിടെ കാണും. പക്ഷേ കാറ്റഗറിക്കാർ വ്യത്യാസമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടെ സോഷ്യലിസം ഒന്നുമല്ല. ഇവിടെ പറയുന്ന സോഷ്യലിസം ഒരു ജാതി എന്നൊക്കെ പറയുന്നല്ലേ, നമുക്കൊന്നും ഒരു പരിപാടിയല്ല അവിടെ. അവിടെയൊക്കെ നമ്മൾ ഇന്ന് പ്രാപിക്കുന്ന വിശുദ്ധിയുടെ ലെവലനുസരിച്ച് വ്യത്യസ്തമായ കൂടാരങ്ങളാണ്. എന്തുമാകട്ടെ, വിട്ടുപോകുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത് ആ പിതാവിൻ്റെ സിംഹാസനത്തിലേക്ക് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് തോന്നും അല്ലേ? ഇല്ലേ? ദൈവം നാം അങ്ങനെയൊക്കെ ചെയ്യുമോ? ദൈവത്തെ പോലെ ആകുവാൻ ആർക്കെങ്കിലും കഴിയും. പക്ഷെ ഇവിടെ വെച്ച് ഒരുപക്ഷെ നമുക്ക് തോന്നും, നമുക്ക് എപ്പോൾ നോക്കിയാലും ചിന്തകൾ മലിനമാണ്. പക്ഷെ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ആ നിത്യരാജ്യം പ്രാപിക്കുന്നത്? വിശ്വാസമാണ്. മറന്നു പോകരുത്. നമ്മൾ ആ ക്ലാസ് എടുത്തിട്ടില്ല. നമ്മളൊരു പക്ഷേ മരണത്തെ തൊട്ട് മുമ്പും നമ്മളൊക്കെ ചെയ്യും. പക്ഷേ ഒരുപക്ഷെ ചിന്തയിൽ പാപം കടന്നു വന്നേക്കാം. അപ്പോൾ ഞാൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് നിരാശപ്പെടും. നിരാശയുടെ വിഷയമല്ല ഇത് വിശ്വാസത്തിൻ്റെ വിഷയമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? ജഡത്തിനകത്താണ് ജീവിക്കുന്നത്. ഞാൻ കൺഫ്യൂഷൻ വരുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ രക്ഷയെന്ന് പറഞ്ഞ വിശ്വാസി കിടക്കുക, നമ്മളത് അറിയുക. അതിൽ പറിച്ചു കളയാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ ചിന്തയിൽ ഇപ്പോൾ ഒരു മല്ലപ്പെട്ടു പോയേക്കാം അല്ലേ? കർത്താവ് വരുന്ന മുമ്പായി നമ്മൾ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക, കർത്താവൊക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് എത്രയോ വിശുദ്ധന്മാർ ദൂതസംഘമാകവേ എന്നെ എതിരേക്കാന്നൊക്കെ പറഞ്ഞൊരു പാടി അറിയോ? ഭക്തനായ എൻ്റെ പൊന്നെ, അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ കൈയും കാലം തരിച്ചു വരും. ഇപ്പം തന്നെ തരിക്കുന്നു. ആ മനുഷ്യരൊക്കെ വൃദ്ധരായി എന്താ പറയുക, ബെഡിൽ കിടക്കുക. അന്നൊന്നും പലകക്കെട്ടിലാണല്ലോ കിടക്കുക. അദ്ദേഹം പറഞ്ഞ വാക്കൊക്കെ രോഗിയായിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ പറയും എന്തോ കൈരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കളയും. നമ്മുടെ വിഷയം നമുക്ക് അല്ലേ, നമ്മൾ വിധിക്കാൻ നമുക്ക് മൊബൈലിൽ കൂട്ടുകാരുള്ള കൈരിപ്പുണ്ടെന്ന്. പക്ഷേ ആ വിഷയത്തിനൊക്കെ കൈരിപ്പ് അതൊക്കെ അവിടെ വിട്ടേക്ക്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ആ രോഗിയായി മാസങ്ങളായി കിടക്കുക. പക്ഷേ അദ്ദേഹത്തിന് അനിയൻ, ഈ പാട്ട് എഴുതിയ വ്യക്തി അടുക്ക് വന്ന് കട്ടിലടുക്ക് ഇരുന്നപ്പോൾ ഇറങ്ങി മാറണമെന്ന് പറഞ്ഞ് പാടില്ലാതെ കിടക്കുക. പക്ഷേ അനിയനെ ചീത്ത വിളിച്ച് മാറിയില്ലടാ, ദൂതന്മാർക്ക് വന്നിരിക്കാനുള്ളതാ. ആനിയൻ മാറി കസേരയിരുന്നു. അദ്ദേഹം എഴുതിയ പാട്ടാ ദൂതസംഘമാകവേ എന്നെ എതിരേക്കുവാൻ എന്നൊക്കെ പറഞ്ഞ പാട്ട്. കാരണം അറിയാമോ, എൻ്റെ ചേട്ടനെ കൊണ്ടാൻ വേണ്ടി ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുക. എവിടെ നിന്ന് കിട്ടിയതൊക്കെ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു വിശ്വാസ ജീവിതമാണത്. വിശ്വാസം പിടിച്ചെടുക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. അവൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച്, അവൻ്റെ നീതി വചനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ്. അല്ലാതെ നമുക്ക് തോന്നുന്നു ചിന്തയിൽ വരുന്ന മല്ല, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അതൊക്കെ വേറെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെയാണ് യഥാർത്ഥമായ ക്രിസ്തു ജീവിതം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അതിലേക്ക് കടന്നു വരികയാണ്, നമ്മൾ വരികയാണ്. അതൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ വിശ്വാസം, ഏറ്റുപറഞ്ഞ വിശ്വാസം മുറിയെ പിടിക്കുക. ഓക്കെ, എന്ത് പാകട്ടെ. അപ്പോൾ അത് ദൈവം നമ്മെ വിളിച്ചത് എങ്ങോട്ടാണ് വിളിച്ചത്? വാഴ്ചയിലേക്ക്, ആ സ്വർഗീയ സിംഹാസനം തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചത്. കാര്യം പറഞ്ഞു പോകും. നമ്മൾ പഠിച്ച വാക്യങ്ങൾ ഇംഗ്ലീഷിലൊക്കെ മലയാളത്തിൽ രാജ്യവും പുരോഹിതന്മാരും എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, രാജാക്കന്മാരായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അല്ലേ? അവിടെ രാജ്യവും പുരോഹിതന്മാരും എന്നാണ് മലയാളത്തിൽ കിടക്കുന്നത്. അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്. രാജ്യവും പുരോഹിതന്മാരുമല്ല, മൂലഭാഷയിൽ കിങ്സ് ആൻഡ് പ്രീസ്റ്റ് അല്ലേ? രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഒട്ടനവധി വാക്കുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സ് പറഞ്ഞാൽ ഈ PPT മുഴുവൻ നിങ്ങൾക്ക് തന്നേക്കാം. ആവശ്യം ചോദിച്ചാൽ വേണ്ടിയാണ് തന്നേക്കാം. ഇത് ഫ്രീ ആയിട്ട് തന്നേക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രം, അല്ലാത്തൊരു വന്നേക്കരുത്.
ഇവിടെ പഠിപ്പിക്കുന്ന ഏത് നോട്ട്സ് ചോദിച്ചാലും എല്ലാത്തിൻ്റെയും PPT തന്നേക്കാം. നിങ്ങളുടെ മൊബൈലിൽ തന്നേക്കാം. മൊബൈലിൽ നിങ്ങൾക്ക് സമയം പോലെ റോട്ടിലിരിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മറിച്ച് നോക്കാൻ പറ്റും. പഠിച്ചത് വീണ്ടും വീണ്ടും പഠിക്കണമെങ്കിൽ നിങ്ങൾ പഴയ ദർശനത്തെക്കുറിച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്. എല്ലാത്തിനും PPT ഇതിന് PDF ഫയൽ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കിയാൽ ഓടി അപ്പത്തിൻ്റെ മർമ്മങ്ങൾ ഓടി ഓടി വരും. ആര് ചോദിച്ചാലും കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ജെയിംസ് 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ആ വിക്ടേഴ്സ് ക്രൗൺ അവിടെ ഇംഗ്ലീഷ് ആ ജയാളികൾക്കുള്ള പ്രാപിക്കുന്ന കിരീടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം, ഞാൻ ഓടിച്ചു വിട്ടേക്കാം, നമുക്ക് പഠിച്ചത് അറിയാൻ വേണ്ടി മാത്രമാണ്. യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിക്കുന്നു അല്ലേ? എവിടെയാണ് രാജ്യത്വം പ്രാപിച്ചത്? ഇവിടെയല്ല. യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയിരിക്കുക അല്ലേ? പഠിച്ച ഓർമ്മയുണ്ടോ? ഇപ്പോൾ മടങ്ങി വന്നിട്ടില്ല. നമ്മെ കൊണ്ടുവരാൻ, അതിനിടയിൽ കർത്താവ് നമ്മെ കൊണ്ടുപോകാൻ വരും. കൊണ്ടുപോയി 7 വർഷം കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? യേശു രാജാവായി വാഴുവാൻ പോണത്. ഓർമ്മയുണ്ടോ പഠിച്ചതൊക്കെ? എവിടെ ഓർക്കാനല്ലേ? അത് ഇതിലേക്കായിട്ട് അതിലേ പോയി. അപ്പോൾ എന്തുവാകട്ടെ, ഇത് ക്ലാസ് ഒന്നുകൂടി ഓടി ചെയ്യേക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പോൾ സങ്കീർത്തനം 2:6 പറയുന്നു, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോണിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു ഇപ്പോൾ രാജാവാണ്. എവിടെയാ രാജാവ്? എവിടെയാ? ആത്മമണ്ഡലങ്ങളിൽ അല്ലേ? ദൈവരാജ്യത്തിനകത്ത് ആത്മമണ്ഡലങ്ങളിൽ കർത്താവ് ഇപ്പോൾ രാജാവാണ്. അതുകൊണ്ട് മീഖായുടെ മീഖ പ്രവാചകൻ എഴുതുന്ന 4:7 പറയുന്നു, യഹോവ സിയോൺ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുമെന്ന് അല്ലേ? അവിടെ കർത്താവ് നമ്മുടെ രാജാവായിരിക്കുക. ആ സിയോൺ പർവ്വതത്തിൽ മീഖ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാകും കർത്താവ് ഇന്ന് സ്വർഗത്തിൽ ആ സിയോണിൽ രാജാവായിരിക്കുന്നു എന്ന്? നമുക്കെങ്ങനെ മനസ്സിലാവും? ഇന്ന് കർത്താവ് അവിടെയല്ലേ ഇരിക്കുന്നത്. നമുക്കെങ്ങനെ മനസ്സിലാവും കർത്താവ് ഇന്ന് സിയോണിൽ രാജാവായിരിക്കുന്നു? ആദൃശ്യമണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ സിയോണിൽ കർത്താവ് എങ്ങനെ രാജാവായി കഴിഞ്ഞോ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പഠിച്ചതാ? മറന്നുപോയതാ? അപ്പോൾ സ്പീഡിൽ പോയിട്ട് കാര്യവുമില്ല. കർത്താവ് സിയോണിൽ ഇപ്പോൾ രാജാവായി ഇവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ അവൻ സിയോണിൽ രാജാവായി എന്ന് നമുക്ക് എങ്ങനെ ഇപ്പോൾ മനസ്സിലാകാൻ പറ്റും? ഏതെങ്കിലും പേപ്പർ വായിച്ചാൽ കിട്ടുമോ? മാതൃഭൂമിയിലെ മനോരമ കിട്ടുമോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? Efes 4:8 അതല്ല ദൈവം പറയുന്ന, വചനം പറയുന്നതല്ല. വചനം കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റുമത്? ഞാൻ പറഞ്ഞു നോക്കിയേ. Efes 4:8 പറയുന്നു, അവൻ എന്താ പറയുക, വാക്യം മാത്രം എടുത്തു പോകുക. അതുകൊണ്ട് അവൻ ബന്ധന്മാരെ പിടിച്ചുകൊണ്ട്, മറ്റേ ബന്ധന്മാരല്ല, വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയർത്തി കയറി, എന്നിട്ട് പറയുക മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു അല്ലേ? റോമർ 11:29 പറയുന്നു, ദൈവം തൻ്റെ കൃപാബലങ്ങളെയും വിളിയെയും കുറിച്ച് അണതവയ്ക്കുന്നില്ല. അപ്പോൾ കർത്താവ്, ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് അവൻ രാജാവായി, സിയോൺ രാജാവായി എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവൻ രാജാവായതുകൊണ്ട് നമുക്ക് ദാനങ്ങളെ കിട്ടിയിരിക്കുന്നത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സംഘടന, ഒരു രാഷ്ട്രീയക്കാർ മാറി, ഒരു ഭരണാധികാരി മാറി, അടുത്ത ഇപ്പോൾ ഈ എന്താ പറയുക, UAE അങ്ങനത്തെ രാജവാഴ്ചയുള്ള സ്ഥലങ്ങളിൽ, UAE പോലത്തെ അറബ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ രാജവാഴ്ചയുള്ളവർ, ഒരു രാജാവ് മരിച്ചുപോയി അടുത്ത രാജാവ് കയറുമ്പോൾ അത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ചിലർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇളച്ചു കൊടുക്കും ഒരു സൈഡ്. മറു സൈഡിൽ വേറൊരു കാര്യം സംഭവിക്കും. എന്താണെന്നറിയാമോ? അവിടുത്തെ ഹെഡ് ആൾക്കാരുണ്ട്, ഈ ഫയർഫോഴ്സ് എന്തൊക്കെ പറഞ്ഞില്ലേ, ഈ നേവിയുടെ അതോറിറ്റിയിലുള്ള വലിയ വലിയ ജോലിക്കാരുണ്ടാവും. അതുപോലെ പട്ടാളക്കാരിലുള്ള വലിയ ആൾക്കാരുണ്ടായിരിക്കും, വ്യോമ അല്ലേ, പിന്നെ പോലീസിലുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ച് അദ്ദേഹം മാനിക്കും, പൊസിഷൻ കൊടുക്കും, മറ്റ് പൊസിഷൻ കൊടുക്കും അവരൊക്കെ അല്ലേ? പേപ്പറിലൊക്കെ നമ്മൾ ദൂരം കണ്ടിട്ടുണ്ട് നമ്മൾക്കല്ലേ? ഒരു രാജാവ് മാറി വരുമ്പോൾ, ഒരു രാഷ്ട്രീയക്കാർ മാറി വരുമ്പോൾ എത്ര പ്രൊമോഷനാണ് കൊടുക്കുന്നത് ഇവിടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന പ്രവചന മിനിസ്ട്രി ആവട്ടെ, ടീച്ചിങ് മിനിസ്ട്രി ആവട്ടെ, അപ്പോസ്തലികമാവട്ടെ, ഭൂതങ്ങളുമേലുള്ള അധികാരമാകട്ടെ, രോഗികളുമേലുള്ള സൗഖ്യത്തിലുള്ള കൈവച്ച അധികാരമാവട്ടെ, ഈ കൃപാവരങ്ങൾ എങ്ങനെ കിട്ടിയതാ? നമ്മുടെ കർത്താവ് രാജാവായതുകൊണ്ട് അവൻ നമുക്ക് ദാനങ്ങളെ തന്നിരിക്കുന്നു. ഒരു രാജാവിന് മാത്രമേ ദാനങ്ങളെ കൊടുക്കാൻ കഴിയുള്ളെന്ന് ഈ ലോകത്തിലെ ഭരണങ്ങൾ നമ്മെ പഠിപ്പിച്ചതാ. എത്രയോ രാജാക്കന്മാർ മാറി വന്നപ്പോൾ ഫ്രീ ആയിട്ട് എന്തോ ഇളച്ചു കൊടുത്തു.
ചിലരെയൊക്കെ പിടിച്ചു നല്ല സാധനത്തിൽ പൊസിഷനിലേക്ക് ഇരുത്തി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ രാജാവിൻ്റെ മഹത്വം തെളിയിക്കുക. അങ്ങനെയെങ്കിൽ അതെല്ലാം കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് കളയണ്ട, അത് വായിച്ച് വിടല്ലേ. ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു, ഉയരങ്ങളിൽ കയറിയിട്ട് അവൻ നമുക്കിന്ന് ദാനങ്ങൾ തന്നിരിക്കുന്നു അല്ലേ. ആത്മാവിൻ്റെ കൃപാവരം തന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ രാജാവായതുകൊണ്ടാണ്. ഇനി അങ്ങ് മറന്നു പോകുമോ അല്ലേ? എന്തുകൊണ്ട് നമ്മുടെ പേരിലെ കൃപാവരങ്ങൾ എന്തുവാകട്ടെ. വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു 1 ഡേ ക്ലാസ് വെക്കും, നമ്മുടെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള 1 ഡേ ക്ലാസ് വെക്കുമ്പോൾ നമുക്ക് അന്ന് മനസ്സിലാവും ഏതൊക്കെയാണ് കൃപാവരങ്ങളായി എൻ്റെ നിങ്ങളുടെ അകത്തുള്ളത്. ആ കൃപാവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയതാ? അവൻ രാജാവായപ്പോൾ, എന്നെ വിളിച്ചപ്പോൾ രാജാവായതുകൊണ്ട് അവനിക്ക് ദാനമായി തന്നതാ. നമുക്കെല്ലാവർക്കുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ രാജാവാ, പക്ഷേ ഭൂമിയിൽ ഇപ്പോൾ അവൻ രാജാവായിട്ട് ഇല്ല. അതുകൊണ്ട് വെളിപ്പാട് 10:7 പറയുന്നു, ഇനി കാലമുണ്ടാകുകയില്ല, 7ാമത്തെ ദൂതൻ കാഹളമൂതാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അല്ലേ, മറച്ചു വയ്ക്കുന്നത് രാജാവിന്, ദൈവത്തിന് മഹത്വം. ആ അതേ മർമ്മമാ. അതാരായിന്ന നമുക്ക്, നമ്മൾ രാജാക്കന്മാരായതുകൊണ്ടാണ്. മർമ്മം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകും. എത്രയോ കാലങ്ങളായി പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ഇന്ന കാലമാകുമ്പോൾ കർത്താവ് രാജാവായി വരുമെന്നല്ലേ. പ്രവാചകന്മാരിലൂടെയൊക്കെ അരുളി ചെയ്ത കാര്യം നിവർത്തിയാകുന്നൊരു കാലം വരും. എപ്പോഴാണ് കാലം വരുന്നത്? യേശു രാജാവായി ഭൂമി വാഴുന്നത് എപ്പോഴാ? യേശു എപ്പോഴാ ഭൂമി രാജാവാകുന്നത്? അല്ലെന്നേ, ഇവിടെ ഞാൻ വാക്ക് 7 നമ്മൾ കടന്നു കയറല്ലേ, നമ്മൾ ഈ വാക്യത്തിൽ നിൽക്ക് അല്ലേ. 7ാമത്തെ കാഹളമൂതുമ്പോൾ 7 മുദ്രകങ്ങൾ, 7 കേഴ് അല്ലേ. ഈ കാഹളങ്ങൾ വേറൊരു ആംഗിളിൽ പഠിച്ചാൽ 7 കലശങ്ങൾ അല്ലേ. വെളിപ്പാട് പുസ്തകം കുറിച്ച് നമുക്ക് എപ്പോഴും കർത്താവ് അനുവദിച്ചൊക്കെ പഠിക്കാം. ഓൺലൈനിലൊക്കെ നമുക്ക് ഒരു സൂം മീറ്റിങ്ങിന് വെക്കാം വെളിപ്പാട് പുസ്തകം കുറിച്ച് മാത്രം പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് 7ാമത്തെ കാഹളം എന്ന് പറഞ്ഞാൽ 7 മുദ്രകൾ പൊട്ടിച്ച ശേഷം 7 കാഹളങ്ങളുണ്ട്. ആ ഒടുക്കത്തെ കാഹളം പൊട്ടിക്കുമ്പോൾ അല്ലെ ഊതുമ്പോൾ അന്ന് കർത്താവ് രാജാവായി ഭൂമിയെ ഭരണമേൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴേ നടക്കുന്നു. ഇപ്പോൾ കർത്താവ് രാജാവായിട്ടില്ല. അതുകൊണ്ട് 7ാമത്തെ വെളിപ്പാട് 11:15 പറയുന്നു, 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വവും നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. നിങ്ങൾ ഓർക്കണം, ദാവീദിനോട് കർത്താവ് പറയുമ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു, പഴയ നിയമത്തിലേക്ക് നിത്യരാജ്യത്വം ഞാൻ ദാവീദിന് സിംഹാസനം കൊടുത്തിരിക്കുന്നു. പക്ഷേ കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല അല്ലേ. കർത്താവ് പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പല വാക്കുകളൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുക, എന്നേക്കുമായ ഒരു നിത്യ രാജ്യത്വം, രാജഭരണം ദാവീദിന് കൊടുത്തെന്ന്. പക്ഷേ അത് ഹിസ്കിയാ രാജാവിൻ്റെ കാലത്തിൽ അത് ഭരണം വിട്ടുപോയി. പിന്നെ ജാതീയ മക്കൾക്ക് ഭരണം പോയി. അതിൽ ആദ്യത്തെ ജാതീയ രാജാവാണ് ആരാ? ആദ്യത്തെ ജാതീയ രാജാവ് എന്തോരം പറഞ്ഞതാ ആരാ? നെബൂഖദ്നേസർ രാജാവ് അല്ലേ. അതിനുശേഷം അടുത്ത ജാതി രാജാക്കന്മാരാരാ? മേദിയ, പേർഷ്യ. പിന്നെ അടുത്ത ആരാ? ഗ്രീക്ക് അല്ലേ, ഗ്രീസ് അല്ലേ, ഗ്രീക്ക് അല്ലേ. അടുത്ത ആരാ? പറ. 7 മലകളുടെ പുറത്തിരിക്കുന്ന ആ കുട്ടിക്കാരൻ ആരാ? റോം അല്ലേ. ഇപ്പോഴും ആരാ? ജാതീയ രാജാക്കന്മാർ, ജാതീയ ഭരണാധികൾ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് വിട്ടുപോയെങ്കിലും തിരിച്ച് കർത്താവ് അത് ദൈവം മടക്കി കൊടുക്കാൻ പോവുകയാണ്. അത് ക്രിസ്തുവിലൂടെ മടക്കി വരാൻ പോവുകയാണ്. ഇത്ര എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 7ാമത്തെ കാഹളം ഊതുന്നത് 7 വർഷ പീഡനകാലത്തിൽ മറന്നു പോകരുത്. ഞാൻ ഓടിച്ചു വിടുക. ഒരു 2-3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് നമുക്ക്. 2-3 മിനിറ്റ് പാടാനെടുക്കും നമ്മൾ. വെളിപ്പാട് 12:10 പറയുന്നു, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. എപ്പോഴാണെന്നറിയാമോ? വെളിപ്പാട് ദിവസം 12:10. അതിനെക്കുറിച്ച് നമ്മൾ വരും ദിവസം ആഴമായി പഠിക്കും ഇതുള്ള ബന്ധത്തിൽ. അപ്പോൾ ആ സഭയുടെ എടുപ്പ് ശേഷം, നമ്മളെ വിശുദ്ധന്മാർ എടുത്ത ശേഷം കടന്നു വരുമ്പോൾ അന്നാണ് കർത്താവ് രാജാവായി ഭരിക്കാൻ പോകുന്നത് അല്ലേ. വെളിപ്പാട് 19:6-8 വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിലെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. എന്താ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് പറയല്ലേ, ഇടിമുഴക്കം പോലുള്ള സൗണ്ടാണ്. എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയാതിരിക്കുന്നത് അല്ലേ. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ്
രാജത്വമേറ്റിരിക്കുന്നു. എപ്പോഴാണെന്നറിയാമോലേ? അത് ഈ പറഞ്ഞ ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ, 7 മുദ്രകൾ പൊട്ടിച്ച ശേഷം 7 കാഹളങ്ങൾ വരും. അതിൽ 7ാമത്തെ കാഹളം ഊതുമ്പോൾ അവിടെ കേൾക്കും ഒരു വലിയ ഇടിമുഴക്കം പോലെ ഹല്ലേലൂയ എന്ന ഒച്ച കേൾക്കാം. എന്നിട്ട് പറയുക, സർവ്വശക്തിയുള്ള നമ്മുടെ കർത്താവായ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അല്ലേ? അവൻ രാജാവായാലേ നമുക്ക് ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കെന്ത് ഗുണം? ഈ പറഞ്ഞ രാജാവാകാൻ വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. IPS IAS അല്ല, ഈ രാജ്യത്വം ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അവസാനം നമുക്കത് അവനാവുകയില്ല. യേശു ആയില്ലേ നമുക്ക് എന്താ ഗുണം? സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്താ കാര്യം? അവനായാൽ നമുക്ക് ആകാൻ കഴിയും, അല്ലേ? അതുകൊണ്ട് കർത്താവ് മറന്നു കർത്താവ് ഈ പറഞ്ഞതുപോലെ രാജാവായി കഴിയുമ്പോൾ, അവൻ രാജ്യത്വമേറ്റ് കഴിയുമ്പോൾ നമുക്ക് അവനോട് കൂടെ രാജാവായി വാഴുവാൻ കഴിയും. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മൾ അടുത്ത ആഴ്ച മുതൽ അല്പം ഇത് പഠിക്കും. നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്, ചേർത്ത് വെച്ചിട്ട് ഞാൻ പഠിക്കും. അപ്പോൾ ആ ഡൊമിനിയൻ, ആ വാഴ്ചയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉൽപ്പത്തി 1:28 പറഞ്ഞതുപോലെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. ഈ വാഴ്ച ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, അത് നമുക്ക് വേണ്ടിയാണ് കർത്താവ് ആദാമിനോട് പറഞ്ഞത്. ആദാമിനോട് പറയുന്ന മുമ്പേ അവരെ പറഞ്ഞു വെച്ചിരിക്കുക. ആദാമിനോട് 2-ാം അധ്യായത്തിലാണ് പറയുന്നത്, അല്ലേ? ഇത് ആദാമിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച് കുറിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് തരും. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ ആരാ? വിശ്വസ്തൻ. അവൻ്റെ പേര് തന്നെ വാക്ക് മാറാത്ത വിശ്വസ്തനായ ദൈവമാണ്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ നമ്മൾ അവനോടുകൂടെ രാജാക്കന്മാരായിട്ട് വാഴുവാൻ പോവുകയാണ്. അന്ന് നമുക്ക് ഈ 5ാമത്തെ നിലയും നമുക്ക് പണിയാൻ കഴിയും. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറയുന്നു. അത് ഓക്കെ, എല്ലാവരും ചെയ്യുന്നു. 4ാമത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടക്കുന്നു. അത് അടക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം നടക്കുകയാണ്, അല്ലേ? തേജസ്കരണത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടേത് നമുക്ക് തേജസ് എത്രമാത്രം ലഭിക്കുമെന്ന് നമുക്ക് ഇന്നറിയാൻ കഴിയും. നമ്മളെ വിശുദ്ധിയുടെ ലെവൽ നോക്കിയാൽ മതി. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ നോക്കുന്നത്, അല്ലേ? വീട്ടിൽ അരി തീർന്നോ, പയറും കടലയും തീർന്നോ എന്ന കാര്യമല്ല നോക്കേണ്ടത്. വല്ലപ്പോഴും എൻ്റെ വിശുദ്ധി എവിടെ നിൽക്കുന്നു എന്നൊക്കെ വചനപ്രകാരമൊക്കെ നോക്കുക. എല്ലാ സ്കെയിലും നമ്മുടെ അകത്തുണ്ട്. ഈ ബൈബിളിൽ നമുക്ക് ആവശ്യമായ എക്കത്തിനും ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ടൂൾസുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുക, ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും